തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം മല കയറുമ്പോൾ നമ്മൾ മലയോര ജില്ലയായ ഇടുക്കിയിലാണ്, തൊടുപുഴയിലാണ് ഇന്ന് പടക്കളം, കൈരളി ന്യൂസ് പടക്കളം എത്തി നിൽക്കുന്നത്. നമുക്ക് ആദ്യം അതിഥികളിലേക്ക് പോകാം. UDF പ്രതിനിധിയായി ചാർലി ആൻ്റണി, NDAയെ പ്രതിനിധീകരിച്ച് സുരേഷ് കുമാർ, LDFനെ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച് ശരത് MS. ആദ്യം കോൺഗ്രസ് പ്രതിനിധി ചാർലി ആൻ്റണിയിലേക്ക്. ചാർലി, ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം, നിരവധി വിഷയങ്ങളുണ്ട്, വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, പ്രതിഷേധങ്ങളുണ്ട്, അടക്കമുള്ള പല വിഷയങ്ങളുണ്ട്. മലയോര കർഷകരുടെ വിഷയമുണ്ട്, നഗരസഭകളുടെ വികസനമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇന്ന് സംസ്ഥാന തലത്തിൽ കോൺഗ്രസിന് പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം വിഷയമാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ പൊതുവായ ഒരു ധാരണ കേരളത്തിലെ പൊതുസമൂഹത്തിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി ഈ വിഷയം പത്രമാധ്യമങ്ങൾ വഴി അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലുകൾ വഴി കേരളത്തിലെ പൊതുസമൂഹത്തിലേക്ക് എത്തിയപ്പോൾ, രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ യാതൊരു വിശദീകരണവും ചോദിക്കാതെ കൊണ്ട് തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി, പാർലമെൻ്ററി പാർട്ടി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയുണ്ടായി. അങ്ങനെ ഒരു തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുത്ത സാഹചര്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു മറുപടി പറയുക എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്തെങ്കിൽ ആ യോഗത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നു. പക്ഷേ MLA ഉണ്ടല്ലോ, MLA അദ്ദേഹമുണ്ട്. ഒരു പൊതു തെരഞ്ഞെടുപ്പിലൂടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തേക്ക് പൊതുസമൂഹം വോട്ടുകൾ ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയെ നീക്കം ചെയ്യുകയോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടേണ്ടത് ആ പൊതുജനം തന്നെയാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായ ഏത് ചിഹ്നത്തിലാണ്? അദ്ദേഹം കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിച്ചത്. അത് കോൺഗ്രസ് പാർട്ടി UDF സ്ഥാനാർത്ഥിയായിരുന്നു. അതിനൊന്നും യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തെ നിയമപരമായി നേരിടുന്നതിന് അദ്ദേഹം തയ്യാറായിക്കൊള്ളട്ടെ. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ വ്യക്തമായ ധാരണയുണ്ട്. അദ്ദേഹം ഓഫീസ് പൂട്ടി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ആയിക്കോട്ടെ. നിങ്ങൾ തന്നെ ആ വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ ഇതിനു മുമ്പും ഈ സമയങ്ങളിലും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, കോൺഗ്രസ് പാർട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഒരു ധാരണയുണ്ട്. ആ ധാരണ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ സംരക്ഷിക്കുവാൻ തയ്യാറല്ല. പക്ഷേ അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ നിയമപരമായി അദ്ദേഹത്തിന് അർഹിക്കുന്ന ശിക്ഷ നിയമപരമായിട്ട് ലഭിക്കട്ടെ. കോൺഗ്രസ് പാർട്ടി പറഞ്ഞാലും ഇല്ലെങ്കിലും നടക്കും. കാരണം ഒരു റൂൾ ഓഫ് ലോ ഉള്ള നാട്ടിൽ അത് നടക്കും. പക്ഷേ ആ റൂൾ ഓഫ് ലോ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ വിവരങ്ങൾ അതുപോലെ തന്നെ പറഞ്ഞത്. കോൺഗ്രസ്സുകാരനായിരുന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ ഒരു കാരണവശാലും അത് അംഗീകരിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കുകയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഗർഭഛിദ്രം നടത്താൻ നിർബന്ധിച്ചു എന്നത്, മോഹിപ്പിച്ച് ഗർഭിണിയാക്കി എന്നത്, അതിനുശേഷം ആ കുഞ്ഞിനെ കൊല്ലാൻ പറഞ്ഞു എന്നത്, അത് ഓഡിയോ സഹിതം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദത്തിൽ പുറത്തെത്തുകയാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട നിലപാട് ഇതാണോ? കോൺഗ്രസ് പാർട്ടി ഇത്തരം വിഷയങ്ങളിൽ എടുക്കേണ്ട സമീപനം ഇത് തന്നെയാണെന്ന് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു. കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ വ്യക്തമായൊരു മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതിനെ വീണ്ടും നിങ്ങൾ റേസ് ചെയ്യുകയും പെൺകുട്ടി കരഞ്ഞു, പെൺകുട്ടിയുടെ ഗർഭം കലക്കാൻ ശ്രമിച്ചു, പെൺകുട്ടി വാവിട്ട് കരയുന്നു, ഇത്തരം കാര്യങ്ങൾ അല്ലല്ല, അസ്വസ്ഥതയല്ല. നിങ്ങൾ പറയുന്നത് അവധാനതയോട് കേട്ടുകൊണ്ടുവന്നിട്ടാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ KPCC പ്രസിഡന്റ് അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി. കോൺഗ്രസ് പാർട്ടിക്ക് എടുക്കാവുന്ന മുഴുവൻ കാര്യങ്ങളും ആ വിഷയത്തിൽ എടുത്തു കഴിഞ്ഞു. ഇനി നിയമപരമായി നടക്കേണ്ട കാര്യങ്ങൾ നടക്കട്ടെ. കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്നതിനോ സംരക്ഷിക്കുന്നതിനോ അദ്ദേഹം ചെയ്തത് ശരിയാണെന്ന് പറയുന്നതിനോ ഞങ്ങൾ തയ്യാറല്ല. ശരി. NDA പ്രതിനിധി BJP നേതാവ് ശ്രീ സുരേഷ് കുമാർ. ഇവിടെ ഞങ്ങൾ വികസനത്തിൻ്റെ രാഷ്ട്രീയത്തെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്. വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇന്നത്തെ പ്രധാന വാർത്തയായതുകൊണ്ട് ഇവിടെ പരാമർശിക്കപ്പെട്ടുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത് സാങ്കേതികം മാത്രമാണ്. മുൻ KPCC പ്രസിഡന്റ് K സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാർ എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാർ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ പിന്തുണയും നൽകുന്നു. LDF ഗവൺമെൻറ്റും പിന്തുണയ്ക്കുകയാണ്. കാരണം സ്വമേധയാ കേസെടുക്കാവുന്ന വിഷയമാണിത്. സ്വമേധയാ കേസെടുക്കാൻ ഗവൺമെൻറ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിയിട്ടാണ് അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്.
എത്രയോ നാളായ ഈ ആരോപണം സമൂഹത്തിൽ വരുന്നു. സ്വമേധയാ കേസെടുക്കാമായിരുന്നിട്ടും എടുത്തിട്ടില്ല. എന്ന് മാത്രമല്ല കമ്മീഷൻ എടുത്തു, അത് മാത്രമല്ല ക്രൈം എടുത്തിട്ടില്ല. ക്രൈംബ്രാഞ്ച് എന്ന് മാത്രമല്ല കേസെടുത്തു, മാത്രമല്ല പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പെൺകുട്ടി നേരിട്ടെത്തി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നത്. അതെ, പരാതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ FIR രജിസ്റ്റർ ചെയ്യാം, സ്വമേധയാ രജിസ്റ്റർ ചെയ്യാം. എന്ന് മാത്രമല്ല LDFനും ഇത് കേസെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതേ ആരോപണ വിധേയനാണ് മുകേഷ്. അദ്ദേഹം കേരള നിയമസഭയിൽ അംഗമാണ്, അദ്ദേഹം CPMന്റെ നേതാവാണ്. അപ്പോൾ മുകേഷിനെതിരെയും ഇതേ ആരോപണമുണ്ട്. രണ്ട് മുന്നണികളും ഈ കാര്യത്തിൽ ഒരേ പക്ഷികളാണ്. എതിരെ ഉണ്ട്, മറ്റൊരു കോൺഗ്രസ് MLAക്കെതിരെ ഉണ്ട്. അതല്ല, ആരോപണങ്ങൾ അന്വേഷണ വിധേയമായി തന്നെയാണ് അതിൻ്റെ കല്ലും നെല്ലും തിരിയേണ്ടത്. ഇവിടെ ഒരു ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന് ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നില്ല. എപ്പോഴാണ് പറയുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദം പുറത്തെത്തുകയും ആ പെൺകുട്ടിയെ നിർബന്ധിക്കുന്നതായ ഓഡിയോ പുറത്തെത്തിയതിനു ശേഷമാണ് പറയുന്നത്. അത് ഒരു ആരോപണവും അത്തരം തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തെത്തുന്നതും തമ്മിൽ വ്യതിരിക്തമാണ്, വ്യത്യസ്തമാണ്. ഇതിൽ ഒരു കാര്യം, ഇത് നിയമപരമായ ഒരു പ്രശ്നം മാത്രമല്ല, ധാർമ്മികത എന്നുണ്ട്. അതാണ് സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം. അതുകൊണ്ട് MLA ആയ പൊതുപ്രവർത്തകനായ ഒരു ജനപ്രതിനിധി ഇത്തരം ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങളാണ്. 15ഓളം സ്ത്രീകളെ ബലാത്സംഗം ചെയ്തുകൊണ്ട് പുറത്തു വരുന്ന വാർത്തകൾ, സ്ത്രീകളെ മാത്രമല്ല എന്തിലുമാട്ടെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്. ധാർമ്മികമായി അദ്ദേഹം രാജിവെക്കേണ്ടതുണ്ട്. രാജിവെക്കുക മാത്രമല്ല, ട്രാൻസ്ജെൻഡറും പരാതി കൊടുത്തിട്ടുണ്ട്. നിന്നെ ഞാൻ റേപ്പ് ചെയ്യട്ടെ എന്ന് രാഹുൽ മാങ്കൂട്ടം ചോദിക്കുന്നത് പരാതിയുണ്ട്. എന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ സസ്പെൻഷൻ സാങ്കേതികമായി ചെയ്തിട്ടുണ്ട്. കെ സുധാകരൻ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ് എന്നാ? എല്ലാ പിന്തുണയും കൊടുക്കുന്നുവെന്നാ. അപ്പോൾ കോൺഗ്രസ് ഫലത്തിൽ അദ്ദേഹത്തെ മുഖം രക്ഷിക്കാൻ വേണ്ടി സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുന്നു. അദ്ദേഹം എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നു, കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിക്കുന്നു, കോൺഗ്രസിന്റെ നേതാക്കന്മാർ അദ്ദേഹത്തോടൊപ്പം തന്നെയുണ്ട്. അപ്പോൾ സാങ്കേതികത്വം മാത്രമാണ്, അദ്ദേഹം രാജിവെക്കണം, കർശനമായ നിയമനടപടി മുന്നോട്ട് പോകണം. ഈ വിഷയങ്ങളെക്കുറിച്ച് സാങ്കേതികമായി അറസ്റ്റ് രേഖപ്പെടുത്തണം, സാങ്കേതികമായി മുമ്പോട്ട് പോകണമെന്ന് BJPയുടെ പ്രതിനിധി പറയുമ്പോൾ ഈ സാങ്കേതികത്വവും ഈ നിയമവുമെല്ലാം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുകേഷ് അടക്കമുള്ള ആളുകൾക്കും ഉണ്ടെന്നുള്ള ബോധ്യമുള്ളത് പ്രിയപ്പെട്ട NDAയുടെ പ്രതിനിധിയോട് സൂചിപ്പിക്കുന്നില്ല. വിൻസെന്റ് കോവളം, ഞാൻ അതാ പറഞ്ഞ, കോവളം വിൻസെന്റിനെതിരെ ഉണ്ട്, മറ്റ് MLAമാർക്കെതിരെ ഒക്കെ ഉണ്ട് UDFലെ. പക്ഷേ അത് ഒരു കുറ്റാരോപണമാണ്. മുകേഷിനെതിരെ പറഞ്ഞാൽ മുകേഷിനെതിരെ പരാതി കൊടുത്ത ആൾ പോക്സോ പ്രകാരം ഇന്ന് ജയിലിനകത്ത് കിടക്കുകയാണ്, പരാതിക്കാരി. പോട്ടെ, എന്തായിരുന്നാലും അതൊരു ആരോപണമാണ്, കുറ്റാരോപിതൻ എന്ന നിലയിൽ മാത്രമാണത്. ഇവിടെ അങ്ങനെയല്ല, കുറ്റം ചെയ്തു എന്ന് കയ്യോടെ പിടിക്കപ്പെട്ട ഒരാളുടെ പ്രശ്നമുണ്ട്. ആ ധാർമ്മികതയാണ്. കയ്യോടെ പിടിക്കപ്പെട്ടെന്ന് പറയരുത്. കയ്യോടെ പിടിക്കപ്പെട്ടെന്ന് ടീമിനെ രൂപീകരിച്ച് 3 മാസക്കാലമായി SIT രൂപീകരിച്ചിട്ട് ഒരു കേസെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അത് പരാതിക്കാരി പരാതി നൽകുന്ന അതിനു മുമ്പ് സ്വമേധയാ കേസെടുത്തു, പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു, അങ്ങനെ അന്വേഷണം നടക്കുകയാണ്. തെറ്റിദ്ധരിപ്പിക്കരുത് അവാസ്തവമായി. അതായത് ശരത്ത്, LDF പ്രതിനിധി, നോക്കൂ, ഒരു അംഗം ഒരു തെറ്റ് ചെയ്തു, ശരിയാണ്, ധാർമ്മികമായി വലിയ വിഷയമാണ്. അതിന് ആ പാർട്ടി എടുക്കേണ്ട നടപടി അവരെടുത്തില്ലേ? പിന്നെന്തിനാണ് നിങ്ങൾ അതിനെ രാഷ്ട്രീയമായി മുമ്പോട്ട് വെക്കുന്നത്, രാഷ്ട്രീയമായി അവരെ എതിർക്കാൻ അതൊരു ആയുധമാക്കുന്നത്? അത് ശരിയാണോ? ഈ നാട്ടിലെ പൊതുസമൂഹത്തിന് മുന്നിൽ, ഈ നാട്ടിലെ സ്ത്രീകൾക്ക് മുന്നിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്നുണ്ടായിട്ടുള്ള കാഴ്ചപ്പാട് എന്താണ്? ഒരു പെൺകുട്ടിയല്ല, പല പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകുക ഉൾപ്പെടെ വിവിധ തൻ്റെ അധികാരം ഉപയോഗിച്ച് ഉൾപ്പെടെ ലൈംഗികമായി ചൂഷണം ചെയ്യുക, തൻ്റെ വൈകൃതങ്ങൾക്ക് ഇരയാക്കി മാറ്റുക, എനിക്ക് ഒരു കുട്ടിയെ വേണമെന്ന് ആദ്യം ആവശ്യപ്പെടുക, അങ്ങനെ നിർബന്ധപൂർവ്വം വരെ കൺസീവ് ചെയ്യിക്കുക, അതിനുശേഷം അതേ നിർബന്ധത്തോടു കൂടി തന്നെ ഈ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും ഉപദ്രവിച്ചു. ഇന്നിപ്പോൾ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ വളരെ ഗുരുതരമായ കുറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ചുമത്തപ്പെടുകയാണ്. ബലാത്സംഗം, അതുപോലെ തന്നെ നിർബന്ധിതമായ ഗർഭചിത്രം, അതിക്രമിച്ചു കടക്കൽ, അതുപോലെ ദേഹോദ്രവം ഏൽപ്പിക്കൽ ഉൾപ്പെടെ അതിഗുരുതരമായ കുറ്റങ്ങൾ അയാളുടെ പേരിൽ ചുമത്തപ്പെടുകയും അയാൾ ഫോൺ ഓഫാക്കി മുങ്ങി. ഇന്നലെ വാർത്ത വന്ന സമയത്ത് തന്നെ അയാൾ മുങ്ങി, ഇടയ്ക്കൊന്ന് മുങ്ങി, പിന്നീട് പൊങ്ങി. അപ്പോൾ കോൺഗ്രസ് ഇന്ന് ചെയ്യുന്നൊരു സമീപനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തില്ല എന്നാണ്. കോൺഗ്രസിൻ്റെ ഭരണഘടനാ പ്രകാരം കാലാവധി പറയാതെ ഒരാളെ സസ്പെൻഡ് ചെയ്താൽ ആ സസ്പെൻഷൻ്റെ കാലാവധി എത്രയാണ്, എത്ര ദിവസം കഴിയുമ്പോൾ അയാളെ തിരിച്ചെടുക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ ഭരണഘടന പറയുന്നത്. നിങ്ങളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭരണഘടന സംബന്ധിച്ച് ചോദിക്കുന്നത് എത്ര ദിവസമാണ് പറയുന്നത്? അത് ഓറലി ഉള്ളത്, വാക്കാൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു അച്ചടിച്ച ഒരു നടപടി അതിനകത്ത് നടന്നിട്ടില്ല കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന്. അതുകൊണ്ട് അത് ഒരുപക്ഷെ പറയാനാകുമെന്ന് സംശയമുണ്ട്. അല്ലേ ചാർലി? അപ്പോൾ ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഞങ്ങളൊരു നടപടി സ്വീകരിച്ചില്ല എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സമീപനമേ കോൺഗ്രസ് എടുത്തിട്ടുള്ളൂ. ഈ നാട്ടിലെ സ്ത്രീകളോട്, പൊതുജനങ്ങളോട്, പെൺകുട്ടികളോട്
ഏതെങ്കിലും തരത്തിലുള്ള സഹാനുഭൂതിയോടുകൂടിയുള്ള സമീപനമല്ല. അങ്ങനെ ആക്രമണം നടന്നതിൻ്റെ പേരിലുള്ള രോക്ഷം കോൺഗ്രസിനില്ല. ഉണ്ടെങ്കിൽ സുധാകരൻ പറയില്ല അയാളെ ചേർത്ത് നിർത്തണം, അവനെ വീണ്ടും കോൺഗ്രസിൻ്റെ വേദിയിൽ ഇരുത്തണം എന്ന് പറയില്ല. നിർബാധം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഓരോ വീടും കയറി ഇറങ്ങി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കൊപ്പം ഇയാൾ വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കഴിഞ്ഞ ദിവസം കണ്ടത്. ഈ നാട്ടിലെ സ്ത്രീകൾക്ക് കോൺഗ്രസ് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ആരെ പീഡിപ്പിച്ചു വന്നാലും കോൺഗ്രസിൽ മാലയിട്ട് സ്വീകരിക്കും, അല്ലേ? ഒരു ഉദ്ഘാടനത്തിന് പോകുമ്പോൾ മാങ്കൂട്ടത്തെ തോളിലേറ്റി കോൺഗ്രസും ലീഗും ചേർന്ന് പ്രകടനം നയിക്കുക. എന്താ? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു വന്ന ആളെയല്ല. സ്ത്രീപീഡന പരാതി, നിരവധി പെൺകുട്ടികളെ 17 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് പോലും പരാതിയുണ്ട് എന്നുള്ള നിലയിലേക്കുള്ള സൂചനകളാണ് വരുന്നത്. അത്തരത്തിലുള്ളൊരു നരാധമനെ, ഒരു സൈക്കോപാത്തിനെ, ഒരു സെക്ഷൽ പെർവെർട്ടിനെ സംരക്ഷിക്കുന്ന സമീപനമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സ്വീകരിച്ചത്. അങ്ങനെയല്ലേ? സണ്ണി ജോസഫാണ് അതിൻ്റെ പ്രസിഡന്റ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ അങ്ങനെയല്ലേ? ഇന്ന് ഇരയെ സംബന്ധിച്ച് വളരെ മോശമായി പ്രതികരിക്കുകയാണ് ചില കോൺഗ്രസ് നേതാക്കന്മാർ. UDF കൺവീനർ ഉൾപ്പെടെ പറയുകയാണ്. ദീപാദാസ് മുൻഷി ഇവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വനിതാ നേതാവാണ്. അവർ പറയുകയാണ് അവരെന്തിനാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയാണ് കുറ്റക്കാരി എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ആസൂത്രിതമായ ശ്രമം സൈബർ ഇടങ്ങളിലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ ശ്രമിക്കുന്നു. പിന്നെ കോൺഗ്രസിൽ തന്നെ ഇതിനെതിരെ പറഞ്ഞവരുടെ സ്ഥിതി എന്താ? ഏറ്റവും വലിയ നേതാവ് ഇപ്പോൾ KC വേണുഗോപാൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറുന്നവർ കോൺഗ്രസിൽ ഉണ്ടായിക്കൂടാ എന്നൊരു നവമാധ്യമ പോസ്റ്റ് ഇട്ടപ്പോൾ എന്താ കോൺഗ്രസിൻ്റെ ഈ രാഹുൽ മാങ്കുട്ടത്തിൻ്റെയും ഷാഫി പറമ്പലിൻ്റെയും അണികൾ സ്വീകരിച്ച സമീപനം എന്താ? അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കേട്ടാലറയ്ക്കുന്ന തെറിവിളി, ഉമാ തോമസിൻ്റെ പോസ്റ്റിന് താഴെ കേട്ടാലറയ്ക്കുന്ന തെറിവിളി, ബിന്ദു കൃഷ്ണയുടെ പോസ്റ്റിന് താഴെ കേട്ടാലറയ്ക്കുന്ന തെറിവിളി, ഷാനിമോൾ ഉസ്മാൻ്റെ പോസ്റ്റിന് താഴെ തെറിവിളി. അങ്ങനെ ഇതിനെതിരെ പ്രതികരിച്ച മുഴുവൻ വനിതാ കോൺഗ്രസ്, ഇന്നലെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവായ ഒരു വനിത പറഞ്ഞു, ഞങ്ങൾ പെൺകുട്ടികൾക്ക് ഈ നേതാവിനെ വെച്ചുകൊണ്ട് ഇനി മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല, അയാളെ പടിയടച്ച് പിണ്ടം വെക്കണം എന്ന് പറയുമ്പോൾ അവരുടെ ആ പെൺകുട്ടിയുടെ പോസ്റ്റിനടിയിൽ പോലും പോയി തെറിയും അശ്ലീലവും എഴുതി വെക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ സൈബർ അണികളും കോൺഗ്രസിൻ്റെ അണികളുമെല്ലാം. അതിനുശേഷം എന്താ? ഈ ഡാമേജ് മാറ്റാൻ സിനിമാ താരങ്ങളെ ഇറക്കി ചില ഇമേജ് ബിൽഡപ്പ് പരിപാടികൾ സംഘടിപ്പിക്കുക. ഈ സിനിമാ താരങ്ങളെ കൊണ്ടുവരുന്നു, അതിൻ്റെ റീൽ ചിത്രീകരിക്കുന്നു, സകലമാന ഓൺലൈൻ മീഡിയയ്ക്കും പണം കൊടുത്തത് പോസ്റ്റ് ചെയ്തുകൊണ്ട് പറയുന്നു ഇതാ ഈ രാഹുൽ മാങ്കൂട്ടം ഇനിയും തിരിച്ചു വരണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായമില്ലേ? അതിൽ കുറേ ലൈക്ക് വീഴും. എന്നിട്ട് ചോദിക്കുക ഇത്ര ലൈക്കുണ്ട്. ശരത്ത്, അതുപോലെ തന്നെ ഏതാണ്ട് 55,000-ഓളം, പ്രത്യേകിച്ച് ഇടുക്കിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിരവധി പട്ടയം ലഭ്യമാക്കുന്ന ഒരു നടപടി LDF സർക്കാർ, പിണറായി സർക്കാർ നടപ്പാക്കി. ഏതാണ്ട് 55,000-ഓളം പേർക്ക് പട്ടയം ലഭിക്കുന്ന തരത്തിലേക്ക് നിലപാടുകൾ സ്വീകരിക്കും. അപ്പോൾ ഭൂമിയില്ലാത്തവർക്ക് ഭൂമി, വീടില്ലാത്തവർക്ക് ഭൂമി, ഇങ്ങനെ വികസനത്തിൻ്റെ ഒരു വലിയ വഴി LDF അവകാശപ്പെടുന്നുണ്ട്. ഉണ്ട്, തീർച്ചയായും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഓരോ സ്ഥാനാർത്ഥികളും ഈ നാട്ടിലെ ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്നത് കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ നിങ്ങളുടെ അനുഭവം വിലയിരുത്തി നിങ്ങൾ ഒരു വോട്ട് തരൂ എന്നാണ്. എങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് കൊടുക്കാതിരിക്കും? 62 ലക്ഷം ആളുകൾ 2000 രൂപയ്ക്ക് വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരു നാട്ടിൽ, 4.25 ലക്ഷം വീടുകൾ പൂർത്തീകരിക്കപ്പെട്ട ലൈഫ് ഭവന പദ്ധതി നടപ്പിലാക്കിയ ഒരു നാട്ടിൽ, ലക്ഷക്കണക്കിന് ആളുകൾക്ക് പട്ട, ഇടുക്കിയിൽ 55,000 മാത്രം, ഏതാണ്ട് 3 ലക്ഷത്തിലധികം ആളുകൾക്ക് സ്വന്തമായി ഭൂമി. ഇപ്പോൾ നമ്മൾ ഈ ഭവന സമുച്ചയങ്ങൾ, തുരുത്തിയിലെ ഉൾപ്പെടെയുള്ള ഭവന സമുച്ചയങ്ങളിലേക്ക് സ്വന്തമായൊരു വീടെന്ന് ഒരിക്കൽ പോലും സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന ആളുകളെ സർവ്വ സംവിധാനങ്ങളോടും കൂടിയ ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ ഒരു ഭരണ സംവിധാനത്തിന് എങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് നൽകാതിരിക്കും? അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ നേട്ടം ഉണ്ടായില്ലേ? ഏതാണ്ട് 90,000 കോടി രൂപയുടെ പദ്ധതികൾ കിഫ്ബി വഴി നടപ്പിലാക്കി. ഈ 9.5 വർഷക്കാലം കൊണ്ട് ഈ 10 വർഷം പൂർത്തീകരിക്കുമ്പോൾ ക്ഷേമ പെൻഷൻ വഴി മാത്രം 85,000 കോടി രൂപ ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വിതരണം ചെയ്യും. ഏതെങ്കിലും ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു സർക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടോ? PSC നിയമനങ്ങൾ, ഇപ്പോൾ ചില സമയത്തൊക്കെ PSCയെ സംബന്ധിച്ച് വലിയ ആശങ്ക, ഇപ്പം മിണ്ടില്ല, PSCയെ സംബന്ധിച്ച് പറയില്ല. കാരണം ഈ രാജ്യത്താകെ നടന്ന PSC നിയമനങ്ങൾ എടുത്ത് കൂട്ടിവെച്ച് കേരളത്തിലെ PSC നിയമനങ്ങളുടെ കണക്ക് കൂടി എടുത്താൽ കേരളത്തിലെ PSC നിയമനങ്ങളാകെ നടന്നതിൻ്റെ അത്രയും ബാക്കി എല്ലാ സംസ്ഥാനങ്ങളുടെ നിയമനവും ചേർത്ത് കൂട്ടിയാൽ പോലും എത്തില്ല. അതാണ് കേരളത്തിനകത്ത് നടക്കുന്ന നിയമനത്തെ സംബന്ധിച്ചുള്ള കാര്യം. റേഷൻ കടകൾ അടഞ്ഞു കിടക്കുന്നില്ല, ട്രഷറി പൂട്ടിക്കിടക്കുന്നില്ല, ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ ഇവർ പറയാണ് പിണറായിക്കെതിരെ വോട്ട് ചെയ്യാൻ പറയാ. ഈ നാട്ടിലെ ജനങ്ങൾ ചെയ്യുമോ? പിണറായിയെ വോട്ട് ചെയ്ത് തോൽപ്പിച്ചതിന് ശേഷം ഇനി 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക വരുത്തിയ UDF സംവിധാനത്തെ തിരിച്ചു വിളിക്കണമെന്ന് ഈ കേരളത്തിനകത്തെ ഏതെങ്കിലും മനുഷ്യൻ ചിന്തിക്കുമോ? ഇവിടെ പറഞ്ഞതുപോലെ ഈ LDF ഗവൺമെന്റിന് വോട്ട് കൊടുക്കേണ്ടത് എന്തിനാ? ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണ്ണം മോഷ്ടിച്ചതിനാണോ? 160% കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചതിനാണോ? വീട്ടുകാരം വർദ്ധിപ്പിച്ചതിനാണോ? ഭൂനികുതി വർദ്ധിപ്പിച്ചതിനാണോ? ഇനിയും 70,000 ആളുകൾക്ക് ഇടുക്കിയിൽ പട്ടയം കൊടുക്കാനുണ്ട്. പല മേഖലകളിലും നിർമ്മാണ നിരോധനമാണ്. ഒന്നിന് ശാശ്വതമായ പരിഹാരമില്ല. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകളടക്കം 1.25 കോടി രൂപ എന്ത് സേവനം ചെയ്തിട്ടാണ് വാങ്ങിയത്? ഇങ്ങനെയുള്ള അഴിമതിക്കാണോ വോട്ട് കൊടുക്കേണ്ടത്? അതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ നിരവധിയായ അഴിമതി കഥകൾ പുറത്തു വന്നു. പെൻഷന്റെ കാര്യം പറഞ്ഞു, വീട്ടമ്മമാർക്ക് 1000 രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. കൊടുത്തു തുടങ്ങിയോ? കൊടുത്തോ? പ്രഖ്യാപനങ്ങൾ മാത്രമാണ്.
തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നത് 16-ാം തീയതിയല്ലേ? അല്ല, നവംബർ മാസം അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തടസ്സ രൂപീകരണം കൊണ്ട് ആ ഫോം പൂരിപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പാക്കാനാകില്ല എന്ന വാർത്തകൾ ഇന്നുണ്ട്. ആ പശ്ചാത്തലമാണ്. 2000 രൂപ പെൻഷന്റെ കാര്യം പറയൂ. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. കൊടുത്തു തുടങ്ങിയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് പ്രഖ്യാപനങ്ങൾ മാത്രമാണ് നടക്കുന്നത്. 2000 രൂപ പ്രശ്നമാണോ നാട്ടിൽ വികസനത്തിന്റെ കാര്യം? എന്തോരം വികസന പ്രശ്നങ്ങളുണ്ട്. നാടിന്റെ മുഖച്ഛായ മാറ്റുന്ന എന്തെങ്കിലും നേട്ടം ഈ 9 വർഷം കൊണ്ടുണ്ടായിട്ടുണ്ടോ? ദേശീയപാത വികസനത്തിന്റെ കാര്യം പറയുന്നത് ഫണ്ടിങ് കേന്ദ്ര ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികൾ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഇതുവരെ അനുവദിക്കൂ. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരമാണ് വീടുകൾ കൊടുക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ജല മിഷൻ കൊണ്ടാണ് വെള്ളം കൊടുക്കുന്നത്. ഒരു വീടിന് എത്ര രൂപയാണ് കേന്ദ്രത്തിന്റെ പറയട്ടെ. അതുകൊണ്ട് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ, അങ്ങനെ നിരവധി പദ്ധതികൾ പറ്റിക്കുന്ന പണിയാണ് ഇവിടെ LDF ഗവൺമെന്റിന്റെ. 70,000 പേർക്ക് ഇനിയും പട്ടയം കൊടുക്കാനുണ്ട്. ഹൈറേഞ്ച് മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അഴിമതിയുടെ നിരവധി കഥകൾ പുറത്തു വരാനുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വരാനുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് BJPയുടെ പ്രധാനപ്പെട്ട ചില നേതാക്കളെ ചോദ്യം ചെയ്താലാണ് അറിയുക. തിരുമല അലിൻ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത്? എന്തുകൊണ്ട് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു? BJPയുടെ തിരുവനന്തപുരത്തെ മറ്റൊരു സംസ്ഥാന നേതാവ് സുരേഷ് ഉണ്ട്. അദ്ദേഹം എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് രൂപ വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാൻ ഇപ്പോൾ ഉത്തരവ് വന്നിട്ടുള്ളത്? ഏതൊക്കെയോ BJP നേതാക്കൾ മണ്ണുമാഫിയയ്ക്ക് കീഴടങ്ങിയതുകൊണ്ട് സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ലെന്ന് പറഞ്ഞ് BJP പ്രവർത്തകർ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇതൊക്കെ കേരളത്തിലെ BJP നേതാക്കന്മാരെ പിടിച്ച് ചോദ്യം ചെയ്യണം. അതുപോലെ കുഴൽപ്പണ കേസ് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് BJP നേതാക്കന്മാരെ നന്നായി പരിശോധിച്ചാൽ ഒരുപാട് അഴിമതി കഥകൾ കേരളത്തിനകത്ത് പുറത്തു വരുന്ന സ്ഥിതിയുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹം കേന്ദ്രത്തിൻ്റെ വികസന പദ്ധതികളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, എന്തേ കേരളം മാത്രം വികസിക്കുന്നു? എന്തേ BJP ഭരിക്കുന്ന ഇരട്ട എഞ്ചിൻ സർക്കാർ ൊക്കെ ഏറ്റവും മാനവ വിഭവശേഷി പരിശോധിച്ചാൽ ഏറ്റവും പിന്നിലേക്ക് പോകുന്നു. സുസ്ഥിര വികസന സൂചികയിൽ എന്തുകൊണ്ട് കേരളം ഒന്നാമോ? ഇദ്ദേഹം പറഞ്ഞു വികസനത്തിന്റെ മുഖച്ഛായ മാറിയിട്ടില്ല, എന്തുകൊണ്ട് കേരളം ഒന്നാവോ നിൽക്കുന്നു? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ എന്തുകൊണ്ട് തുടർച്ചയായി ടോപ്പ് അച്ചീവറായി ഈ കേരളം മാറുന്നു? എന്തുകൊണ്ട് ഈ നമ്മുടെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഏറ്റവും മികച്ച സംസ്ഥാനമായി കേരളം മാറുന്നു? എന്തുകൊണ്ട് ഇതുപോലൊരു ഭവന പദ്ധതി നടപ്പിലാകുന്ന ഒരേ ഒരു സംസ്ഥാനമായി കേരളം നിലനിൽക്കുന്നു? ഇതെല്ലാം മുഖച്ഛായ മാറിയിട്ടില്ല എന്ന് പറയുന്നത്. മുഖച്ഛായ മാറിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. BJP ഉദ്ദേശിക്കുന്ന മുഖച്ഛായ മാറണമെങ്കിൽ ഈ മങ്ങാട്ടുകളിൽ വർഗീയ സംഘർഷം ഉണ്ടാവണം, കുറേ ആൾ കൊല്ലപ്പെടണം. അപ്പോൾ BJP പറയും ഇതാ ഇവിടെ മുഖച്ഛായ മാറിയിരിക്കുന്നു, ഗുജറാത്ത് പോലെ UP പോലെ ഒക്കെയായി മാറിയിട്ടുണ്ട്. അങ്ങനെയൊന്നും ആവുന്ന കേരളം നിങ്ങൾ സ്വപ്നം കാണുകയേ വേണ്ട. അതൊന്നും ഉണ്ടാവാനും പോകുന്നില്ല. കേരളം ഇതേ നിലയിൽ ഇവിടെ തുടരും. ഈ മുഖച്ഛായയോടെ, ലൈഫിന്റെ പുഞ്ചരിയോടെ കേരളം ഈ നാട്ടിൽ തുടരും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മുഖച്ഛായയോടുകൂടി ഒരു കാലത്ത് നിങ്ങൾ കേരളത്തെ കാണാൻ പോകുന്നില്ല. ശരി, ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്താണ്? ഈ ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വിഷയം ഉയർത്തി വോട്ട് ചോദിക്കേണ്ട ഒരു ഗതികേട് CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. പക്ഷേ ഇപ്പോൾ പ്രസൻറ്റ് കണ്ടീഷനിൽ ഉയർന്നു വന്ന ഒരു കാര്യം എന്നുള്ള നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോസ്റ്റ് ഇട്ടിട്ടുള്ള UDFിലുള്ള അമ്പേൽക്കാത്തവർ ആരുമില്ല ഗുരുക്കളിൽ എന്ന് പറഞ്ഞ പോലെ വനിതാ നേതാക്കന്മാരെ മുഴുവൻ ആളുകൾ സൈബർ ആക്രമണത്തിന് വിധേയമാക്കി. അങ്ങനെ സൈബർ ആക്രമണത്തിന് വിധേയമായ ഒരൊറ്റ നേതാവിനെ പോലും ഈ പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുയായികൾ, സൈബർ ആക്രമണത്തിന് വിധേയ ഒറ്റ നേതാക്കൾ പോലും പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഒരൊറ്റ കോൺഗ്രസ് നേതാക്കളും മുന്നോട്ട് വന്നില്ല. ഇപ്പോൾ അവസാനം ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയുടെ രണ്ടാമനായിട്ടുള്ള KC വേണുഗോപാൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം പ്രചരണത്തിനിറങ്ങുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ KC വേണുഗോപാലിൻ്റെ വിവരങ്ങൾ പുറത്തു വിടും, ആ നേതാവിൻ്റെ വിവരങ്ങൾ പുറത്തു വിടുമെന്ന് ഈ സെക്ഷൽ പെർവേർട്ടായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം ഭീഷണിപ്പെടുത്തുകയാണ്. അതിനുശേഷം അങ്ങനെ ഉണ്ട് വാർത്തകൾ വന്നല്ലോ, വാർത്തകൾ ദൃശ്യമാധ്യമങ്ങളിൽ വന്നു. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു രേഖ നിങ്ങൾ ഇവിടെ വെക്കുക. എന്നിട്ട് ആ നേതാവിന് എന്ത് യോഗ്യതയാണ് തന്നെ കുറിച്ച് പറയാനെന്നും രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു. ആ നേതാവിന്റെ യോഗ്യത പുറത്തു വിടുമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ദീപാദാസ് മുൻഷി ഈ പെൺകുട്ടിയെ കുറിച്ച് ചോദിക്കുന്നത്. ദീപാദാസ് മുൻഷി ചോദിച്ചെന്താ, പോലീസിലല്ലേ പരാതി നൽകേണ്ടത്? സുധാകരൻ അതിന് ശേഷമാണ് പറയുന്നത് ഇയാളെ ഞാനെല്ലാം പരിശോധിച്ചു, അന്വേഷിച്ചു, ഇയാൾ ഇന്നസെൻ്റ് ആണെന്ന് പറയുന്നത്.
ഈ നേതാക്കന്മാരൊക്കെ ഈ സെക്ഷൽ പെർവർട്ടായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് ഭയപ്പെടുവാണ്. പാർട്ടി നടപടി എടുത്തില്ലേ? എന്താണ് പ്രശ്നം? എന്താണ് പറയുന്നത്? ഈ സെക്ഷൽ പെർവർട്ട് ഈ നേതാക്കന്മാരെ ഇത്രയധികം ആക്ഷേപിച്ചിട്ട് ഒരു വാചകം അയാൾക്കെതിരെ പറയാൻ എന്തുകൊണ്ട് അതിനുശേഷം അയാൾ ന്യായീകരിക്കുന്ന നേതാക്കന്മാർ തയ്യാറായിട്ടില്ല? ഇല്ല. AICC ഇത്രയധികം ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ജനങ്ങളുടെ അഭിപ്രായം AICC-ക്കാർ തൂങ്ങിച്ചാകണമെന്നാണ്. അതിനുള്ള കയറ് വേണമെങ്കിൽ ഞങ്ങളുടെ DYFI പിള്ളേർക്കാർ പിരിവെടുത്ത് അതിനുള്ള ഗതികേട് കോൺഗ്രസ് പാർട്ടിക്കോ ഐക്യ ജനാധിപത്യ മുന്നണിക്കോ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ആദ്യം ബോധിപ്പിക്കട്ടെ. നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലോ നിങ്ങൾ കൊടുക്കേണ്ടത് മുകേഷിനാണ്. മുഖ്യമന്ത്രിയുടെ ഉപദേശകനായ ശശിക്കാണ് കയറാദ്യം വാങ്ങിച്ചു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ മുകേഷിനും കോൺഗ്രസ് പാർട്ടിയുടെ കയർ വാങ്ങിക്കൊടുത്ത പൊതു തെരഞ്ഞെടുപ്പായി കഴിഞ്ഞപ്പോൾ പുതിയ അന്വേഷണവുമായി വന്നിരിക്കുക, പുതിയ ഇരയെ കണ്ടെത്തിയിരിക്കുക. നേരിട്ട് ചെല്ലുകയാണ് മുഖ്യമന്ത്രി ഓഫീസിലേക്ക്. അവിടുന്ന് അടിയന്തരമായി ADGP-യെ കാണുന്നു, കേസെടുക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്തെല്ലാം കോലാഹലങ്ങളാണ് നടത്തുന്നത്. നിങ്ങൾ ഏത് പൊതു തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാലും സരിതയെ കൊണ്ടുവന്നില്ലേ? ഉമ്മൻചാണ്ടിക്കെതിരെ സ്വപ്ന സുരേഷിനെ കൊണ്ടുവന്നില്ലേ? അങ്ങനെ സിനിമാ നടിയാണ് ഈ വിവരം പുറത്തുവിടുന്നത്. ആദ്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് റിനിയാണ്. സിനിമാ നടി റിനി സതീശന്റെ ഏറ്റവും അടുത്ത ആളാണ്. അപ്പൊ സതീശനാണോ ഇതിന്റെ പിന്നിൽ? VD സതീശനാണോ ഇതിന്റെ പിന്നിൽ? സതീശന്റെ ഏറ്റവും അടുത്ത കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഷയങ്ങളിൽ അപ്പോൾ തന്നെ നിലപാടെടുത്തു കോൺഗ്രസ് പാർട്ടി. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ VD സതീശൻ ആ വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പ്രതിപക്ഷ നേതൃത്വം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം ആ സമയത്ത് തന്നെ അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം ഇവിടെ ശരത്ത് ചൂണ്ടിക്കാണിച്ചത്, LDF പ്രതിനിധി ചൂണ്ടിക്കാണിച്ചത് ഈ തിരുമലാലിൻ്റെ ആത്മഹത്യ, മറ്റൊരു BJP നേതാവിൻ്റെ ആത്മഹത്യ, ഇങ്ങനെ ആത്മഹത്യയുടെ പരമ്പര. സുരേഷ് ഒരു നിങ്ങളുടെ ഒരു ജില്ലാ നേതാവിനെതിരെ, സംസ്ഥാന നേതാവിനെതിരെ പരാതി വരുന്നു, അത് തിരിച്ചടയ്ക്കണം, പൈസ തിരിച്ചടയ്ക്കണം എന്നതുമായി ബന്ധപ്പെട്ട് പരാതി വരുന്നു. അപ്പോൾ ബാങ്കുകളും സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുകൾ നടത്തുന്നു. പിന്നീട് കൊടകര കുഴൽപ്പണത്തിൻ്റെ കാര്യം, ഇത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് കൂടി താങ്കളൊന്ന് പ്രതികരിക്കണം. അത് സഹകരണ ബാങ്കിന്റെ കാര്യം പറയുമ്പോൾ കരിവന്നൂരിലേക്ക് പോകേണ്ടി വരും, ഒരുപാട് ബാങ്കുകളിലേക്ക് പോകേണ്ടി വരും. BJP-യെ സംബന്ധിച്ച് ഇത് LDF ആണ് സംസ്ഥാനം ഭരിക്കുന്നത്. LDF ഗവൺമെന്റിന് ഇത് സംബന്ധിച്ച് ഫലപ്രദമായി അന്വേഷണം നടത്താം. ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരാണെന്ന് കണ്ടാൽ BJP-ക്ക് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല. അതൊക്കെ അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന ചില ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നു. ഫലപ്രദമായ അന്വേഷണം നടക്കട്ടെ, കാര്യങ്ങൾ വരട്ടെ. ഞങ്ങളുടെ നാടാണ് വണ്ണപ്പുറത്ത് 1.25 കോടി രൂപ ഭരണസമിതി ഞങ്ങളോട് തിരിച്ചടയ്ക്കാൻ പറഞ്ഞിരിക്കുക. തുടങ്ങിയപ്പോൾ മുതൽ CPM ഭരിക്കുന്ന ബാങ്കാണ്. സഹകരണ വകുപ്പ് അന്വേഷണം നടത്തിയിട്ട് 1.25 കോടി രൂപ തിരിച്ചടയ്ക്കാൻ പറയുക. കൊള്ള നടത്തിയ പണമാണ് 1.25 കോടി രൂപ തിരിച്ചടയ്ക്കാൻ പറഞ്ഞില്ല. അല്ല, ഞാൻ പറയുന്ന അതിനെ സംബന്ധിച്ചൊക്കെ അന്വേഷിക്കാലോ. ഏത് ആക്ഷേപത്തെ സംബന്ധിച്ചും അന്വേഷിക്കുന്നതിന് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു തർക്കവുമില്ല. അതിലേതെങ്കിലും നിയമവിരുദ്ധമായ കാര്യമുണ്ടെന്ന് നടപടിയെടുക്കാം. ആരും അത്തരം എന്തെങ്കിലും തെറ്റായ നിലയിൽ ആരെങ്കിലും നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ അന്വേഷണം നടത്താനും അവരെ കുറ്റക്കാരെ കണ്ടെത്താനും അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുന്നതിനും ഭാരതീയ ജനതാ പാർട്ടി എതിരല്ല. ശരി ചാർലി, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് പോയാൽ ഏതാണ്ട് 300ഓളം സീറ്റുകളിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയെ നിങ്ങൾ സഖ്യ സ്വഭാവത്തിൽ സഹകരിപ്പിക്കുന്നത്. മറ്റ് സ്വതന്ത്രരെ കൂട്ടി നോക്കിയാൽ ഏതാണ്ട് 500ഓളം സീറ്റ് വരും എന്നാണ് കണക്ക്. പക്ഷേ 300ഓളം സീറ്റുകളിൽ UDF അത്തരത്തിലൊരു സഖ്യ സ്വഭാവത്തിൽ വെൽഫെയർ പാർട്ടിയുമായി ചേരുന്നുണ്ട്. ജോസഫ് വിഭാഗത്തിനും മുസ്ലിം ലീഗിനും നൽകാത്ത പരിഗണനയാണ് വെൽഫെയർ പാർട്ടിക്ക് നൽകുന്നത്. അത് ഏത് വെൽഫെയർ പാർട്ടി? ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടി, രാഷ്ട്രീയ പാർട്ടിയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇരുവിഭാഗങ്ങളും എതിർക്കുന്ന, അവർ നുഴഞ്ഞു കയറുകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്ന ആ വിഭാഗത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു നടപടി UDF നടത്തുന്നതെന്ന് വലിയ വിമർശനമുണ്ട്. ജോസഫിനും ലീഗിനും നൽകാത്ത പരിഗണന എന്തേ ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിക്ക്? ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ പൊതു തെരഞ്ഞെടുപ്പിൽ മതേതര സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുസഭാ വിഭാഗങ്ങളോ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നു എന്ന് പറഞ്ഞാൽ
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രതിരോധിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം അങ്ങനല്ല, ഇല്ല. സീറ്റുകൾ ഒഴിച്ചിട്ടതാണ് അങ്ങനെ ഒരു സാഹചര്യമില്ല. അപ്പോൾ മതേതരത്വവും ജനാധിപത്യവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് പൊതു സാഹചര്യത്തിൽ പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ടുകൾ രേഖപ്പെടുത്തുവാൻ പൊതുസമൂഹമോ ഏതെങ്കിലും പ്രത്യേക വിഭാഗമോ തയ്യാറായാൽ ഒരിക്കലും അതിനെതിരെ പറയാൻ ഐക്യ ജനാധിപത്യ മുന്നണി നാളെ വരെ തയ്യാറായിട്ടില്ല. അങ്ങനെ ചെയ്യുന്നതിന് കാരണം നിലവിലുള്ള ഭരണക്രമമോ ഭരണ സംവിധാനമോ ആ സമൂഹത്തിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഭാഗങ്ങൾക്കോ അനുകൂലമായ ഒരു തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാതെ വരുമ്പോൾ അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇത്തരം തീരുമാനമെടുക്കുവാൻ ആ വിഭാഗത്തെ പ്രചോദിപ്പിക്കുന്നുവെങ്കിൽ ആഗ്രഹത്തിന്റെ ഭാഗമായി തരുന്ന വോട്ടുകളെന്ന് മാത്രമേ ഞങ്ങൾ അതിനെ നോക്കിക്കാണുന്നുള്ളൂ. അതായത് ജമാഅത്തെ ഇസ്ലാമി ഇറ്റ്സെൽഫ് മുസ്ലിം സമൂഹത്തിലെ വളരെ ചെറിയൊരു ശതമാനത്തെ മാത്രമാണ് പ്രദാനം ചെയ്യുന്നത്. 90% പ്രദാനം ചെയ്യുന്ന പരമ്പരാഗത മുസ്ലിങ്ങളുടെ പണ്ഡിതന്മാരാണ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി നുഴഞ്ഞു കയറുകയാണ്, അവരെ കേട്ടതെന്ന്. അവരുമായിട്ടാണ്, അവർക്ക് വേണ്ടിയാണ് 300 സീറ്റ് നിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മഹാരാജ്യത്തെ ഒരു വിഭാഗത്തെയും ചെറുതാകട്ടെ വലുതാകട്ടെ ന്യൂനപക്ഷമാകട്ടെ ഭൂരിപക്ഷമാകട്ടെ സൂചിപ്പിച്ചു വലിയ ഒരു ചെറിയ വിഭാഗത്തെ മാത്രം പ്രതിദാനം ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയ വിഭാഗമാകട്ടെ വലിയ വിഭാഗമാകട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് കൂറ് കാണിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകളോട് യോജിപ്പ് കാണിക്കുകയോ ചെയ്യുന്ന ആളുകളെ ഒരു തലത്തിലും മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ ഐക്യ ജനാധിപത്യ മുന്നണിക്കോ ഇല്ല. അപ്പോൾ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള സഹകരണത്തെ താങ്കൾ ന്യായീകരിക്കുന്നതല്ല, മറിച്ച് പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ആഭിമുഖ്യം കാണിക്കാൻ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗമോ തയ്യാറെടുത്താൽ അത് വേണ്ട എന്ന് പറയേണ്ട ആവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതൊക്കെ അതല്ല ഞാൻ ചോദിക്കുന്നത്. ഈ 300 സീറ്റുകൾ ഒഴിച്ചിടുകയും നിങ്ങളുടെ KT ജെയിംസ് എന്ന് പറയുന്ന KPCCയുടെ ഭാഗമായ ആൾ പ്രവീൺ കുമാറിന് അയച്ച ശബ്ദ സന്ദേശം പുറത്തെത്തി, ഇന്ന സീറ്റ് വെൽഫെയർ പാർട്ടിക്ക് ഒഴിച്ചിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് അവിടെ ആളിനെ ഞങ്ങൾ നൽകാത്തത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ DCC പ്രസിഡന്റ് നൽകിയ ശബ്ദ സന്ദേശം പുറത്തെത്തി. പൊതു തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള മാധ്യമ സ്ഥാപനങ്ങളും ഐക്യ ജനാധിപത്യ മുന്നണി എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം ഇത്തരത്തിലുള്ള ആരോപണം. ഒരു ഉദാഹരണ സഹിതം ചോദിക്കാം. വെള്ളിയാമറ്റം പഞ്ചായത്തിലെ 15-ാം വാർഡിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. UDF-ഉം വെൽഫെയർ പാർട്ടിയും കൂടി ഒരുമിച്ച് മത്സരിക്കുന്നു. വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഞാൻ പറയട്ടെ, ഈ വെള്ളിയാമറ്റം പഞ്ചായത്തിൽ ഒരൊറ്റ UDF പ്രവർത്തകനില്ല, എല്ലാ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരാണ്. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി ഉയർത്തുന്ന മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് VD സതീശൻ പറഞ്ഞത്, ഞങ്ങൾ തമ്മിൽ സഖ്യമൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ മുന്നണിയിലൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒളിസേവയാവാം, സംബന്ധമാവാൻ പറ്റൂല എന്നുള്ള നിലപാടാണ് എടുക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ ഗ്ലോറിഫൈ ചെയ്യുകയാണോ ഈ നിലപാടിലൂടെ? ഇത് മുസ്ലിം പണ്ഡിതന്മാർ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അതും കൂടി അല്ല, ഇത്തരത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ ചോദിച്ച ചോദ്യങ്ങളെ ഞങ്ങൾ അവമാനിക്കുന്നതിനോ അവരുടെ ചോദ്യത്തെ എതിർക്കുന്നതിനോ ഒന്നും ഞങ്ങൾ തയ്യാറില്ല. ഞാൻ ആദ്യമേ ഇതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മതേതരത്വ കാഴ്ചപ്പാടോടുകൂടി ഞങ്ങൾ എടുക്കുന്ന സമീപനത്തിൽ പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഐക്യ ജനാധിപത്യ മുന്നണിയെയും അനുകൂലിക്കുന്നതിനായി ആളുകൾ കടന്നു വന്നാൽ ഞങ്ങൾ ഒരിക്കലും അതിൽ എതിർ പറയത്തില്ല. തീർച്ചയായും വികസനത്തെക്കുറിച്ചും കേരളത്തിൻ്റെ വലിയ പ്രശ്നങ്ങളൊക്കെ BJP എടുത്തു കാണിക്കുന്നു. ഇന്ത്യയിൽ ആകമാനം ലേബർ കോഡിൻ്റെ പേരിൽ തൊഴിലാളികൾ, കർഷകർ ഒക്കെ വലിയ സമരങ്ങളുമായി BJPക്കെതിരെ വരികയാണ്. പെട്രോളിൻ്റെ വില 50 രൂപയിൽ നിർത്തുമെന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ 100 കവിഞ്ഞു പോകുന്ന രീതിയാണ് പെട്രോളിനും. ഏതാണ്ട് ഡീസലിൻ്റെ വിലയും അതോടെ അടുപ്പിച്ചെത്തുന്നു. ഇങ്ങനെയൊക്കെ ഇതിന് പുറമെയാണ് ഇത്തരത്തിൽ ഓരോയിടത്തും ടോളുകൾ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ദേശീയപാത അതോറിറ്റിയുടെ മേഖലയിലായാലും മറ്റെല്ലാ മേഖലകളിലും BJP നടത്തുന്ന ഇത്തരം ചൂഷണങ്ങളുണ്ട്. ഇതിനെതിരെ രാജ്യത്വ ആകമാനം കർഷകർ പ്രതിഷേധത്തിലാണ്. ഇന്നലെയൊക്കെ നാം അത് കണ്ടതാണ്. കേരളത്തെയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെയും ഒക്കെ അത് ബാധിക്കുന്നതും സ്വാധീനിക്കുന്നതുമാണ്. രാജ്യത്ത് വലിയ പ്രതിഷേധമാണെങ്കിൽ വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വരുമോ? കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതിഷേധമാണെങ്കിൽ മഹാഭൂരിപക്ഷത്തിൽ NDS ഒക്കെ അധികാരത്തിൽ വരുമോ? ഈ പറയുന്ന പ്രതിഷേധങ്ങൾ നിങ്ങളുണ്ടാക്കുന്ന പ്രതിഷേധമാണ്. അതുകൊണ്ട് നാമമാത്രമായ പ്രതിഷേധം ഇത്തവണ നരേന്ദ്രമോദി എങ്ങനെയാണ് അധികാരത്തിൽ വന്നത്? എങ്ങനെയാണെങ്കിലും അധികാരത്തിൽ വന്നല്ലോ. എത്ര സീറ്റുകളിലാണ് അധികാരത്തിൽ? ആയിക്കോട്ടെ, അതൊക്കെ മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കും. അതവിടെ നിൽക്കട്ടെ. എന്താണേലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് നരേന്ദ്രമോദിയാണല്ലോ. NDA ആണല്ലോ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. ബീഹാറിൽ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നല്ലോ. ലോകത്തിൽ 6ാമത്തെ
സാമ്പത്തിക ശക്തിയായി 6ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ മാറ്റിയല്ലോ. ഇന്ത്യയിലെ കൃഷിക്കാരെയും തൊഴിലാളികളെയും ബാധിക്കുന്ന ഓരോ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നു. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ, കുടിവെള്ളം കൊടുക്കാൻ, സൗജന്യമായി ഗ്യാസ് കൊടുക്കാൻ, ചെറുപ്പക്കാർക്ക് സംരംഭങ്ങൾ കൊടുക്കാൻ, മുദ്രാ ലോണുകൾ കൊടുക്കാൻ, സബ്സിഡിയോടുകൂടി കൃഷിക്കാർക്ക് കാർഷികോപകരണങ്ങൾ നൽകാൻ, അതോടൊപ്പം തന്നെ എത്രയോ പദ്ധതികളാണ് അങ്ങനെ ഭരണത്തിന്റെ തുടർച്ചയാണ് പറയുന്നതെങ്കിൽ കേരളത്തിലും ചരിത്രത്തിലാദ്യമായി പിണറായി വിജയൻ സർക്കാരിനെ രണ്ടാമതും സെലക്ട് ചെയ്തില്ലേ ജനങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പിണറായി വിജയൻ സർക്കാരിനെ എതിർക്കുന്നത്? സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് യുഡിഎഫിന്റെ ദൗർബല്യം ഉപയോഗപ്പെടുത്തി? അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞ ഒരു വിഷയം, ജമാഅത്ത് ഇസ്ലാമിയുമായും SDP ആയിട്ടുള്ള സഖ്യം അത് LDFും കാലങ്ങളായി നടത്തുന്നുണ്ട്. രണ്ട് മുന്നണികളും ഒളിഞ്ഞും തെളിഞ്ഞും ജമാഅത്ത് ഇസ്ലാമിയായി SDP ആയി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുന്നുണ്ട്, ധാരണകൾ ഉണ്ടാക്കുന്നുണ്ട്. BJPക്ക് എന്നാ കുഴപ്പം? BJPക്ക് എന്നാ കുഴപ്പം? BJP മണിപ്പൂർ പറയണോ? പറയട്ടെ. മണിപ്പൂരിൽ നിന്നാണ് 1949 മുതൽ മണിപ്പൂരിൽ പ്രശ്നമുണ്ട്. കോൺഗ്രസ് ഭരിക്കുമ്പോഴും മണിപ്പൂരിൽ പ്രശ്നമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ജനങ്ങൾ 20% വോട്ടിംഗ് പെർസെന്റ് വർദ്ധിച്ചില്ലേ? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി 25% വോട്ടിംഗ് ഷെയർ വർദ്ധിപ്പിക്കും. പാർലമെന്റ് സീറ്റോ ഇപ്പൊ ഞങ്ങൾക്ക് CPM ഒരേ പാർലമെന്റ് സീറ്റാ. അപ്പോൾ ജനങ്ങൾ കൂട്ടത്തോടെ പിണറായി ഗവൺമെന്റിനെതിരെ വിധി എഴുതിയിട്ടുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. അതിലും ഭീകരമായ വിധി എഴുത്തായിരിക്കും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത്. തീർച്ചയായും BJPയുടെ അവകാശവാദം അങ്ങനെയാണ്, UDFും അത്തരത്തിലാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വികസനം പിന്നെ എത്തരത്തിലാണ് പറ? NDAയുടെ പ്രതിനിധി സംസാരിച്ചപ്പോൾ ഈ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിന് ശേഷമാണ് നാട്ടിലെ ആളുകൾക്ക് വെള്ളം കിട്ടിയത്, വഴി കിട്ടിയത്, അതുപോലെ തന്നെ അവർക്ക് ആരോഗ്യ സുരക്ഷ നൽകിയെന്നൊക്കെ പറഞ്ഞു. ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളും അതിനോടനുബന്ധിച്ച് നടന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്ത് പിന്നോക്കാവസ്ഥയിൽ നിന്ന് രാജ്യത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടുവന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൽകിയതിന് പിന്തുടർച്ചയായി ഭരണഘടനാപരമായി ഈ രാജ്യത്ത് വന്ന ഗവൺമെൻറ് ചെയ്യുന്നതിനെ അത്രമാത്രം പുകഴ്ത്തി പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ചർച്ചയിലേക്ക് വരാം. അതിന് മുമ്പ് എന്താണ് ചോദിക്കാനുള്ളത്? പറ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രളയം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ദുരന്തം കേരളത്തിലെ ജനങ്ങൾ ഒരു സുപ്രഭാതത്തിൽ കരഞ്ഞുകൊണ്ട്, അതായത് കണ്ണ് നിറയാണ്ട് ഒരു മനുഷ്യനും TV-യുടെ മുമ്പിൽ ഇരുന്നിട്ടില്ല. അത്രയും വലിയ ഒരു ദുരന്തം നടന്നിട്ട് കോൺഗ്രസ് ഒരു ആപ്പ് ഉപയോഗിച്ച് ഇവിടെ പണപ്പിരിവ് നടത്തിയിരുന്നു. ഇപ്പം നിലവിൽ ആപ്പ് നോക്കിയാൽ ഓൺലൈനിൽ കാണാനില്ല. അത് തന്നെയല്ല, അതിന് വേണ്ടിയിട്ട് എത്ര കോടി രൂപ പിരിച്ചു, ആ പണം എന്ത് ചെയ്തു, അവിടെ എത്ര വീട് വെച്ച് കൊടുത്തു, അവിടെ സ്ഥലം എടുത്തോ, ഇതിനെല്ലാം UDFിൻ്റെ പ്രതിനിധി ഒന്ന് മറുപടി തന്നാൽ കൊള്ളാം. കാരണം ഒരു വർഷവും 2 മാസവും പിന്നിട്ടിരിക്കുന്നു. മറ്റ് പല സംഘടനകളും അവിടെ വീട് വെക്കുന്നതും സംസ്ഥാന സർക്കാരും ഒക്കെ വലിയ പദ്ധതികൾ അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ UDF അല്ലെങ്കിൽ കോൺഗ്രസ് UDF പ്രതിനിധാനം ചെയ്യുന്ന ഏറ്റവും വലിയ UDFിലെ മുന്നണിയായിട്ടുള്ള കോൺഗ്രസ് പിരിച്ച പൈസ എന്ത് ചെയ്തു എന്ന് ജനങ്ങൾക്ക് അറിയാൻ. ചൂരൽമല വയനാട് ദുരന്തത്തിൽ UDF പിരിച്ച പൈസ എവിടെ? യൂത്ത് കോൺഗ്രസ് പിരിച്ച പൈസ എവിടെ? കോൺഗ്രസ് പിരിച്ച പൈസ എവിടെ? വീടുകൾ എവിടെ? അവർ ചോദിക്കുന്നു. മുണ്ടക്കയം ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംസ്ഥാന ഗവൺമെൻറ് എടുത്ത് ഇനിഷ്യേറ്റീവായി നടത്തുന്ന പ്രവർത്തനങ്ങളാകമാനം ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ചെയ്യുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും പരിമിതികളുണ്ട്. പക്ഷേ ഈ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഫണ്ട് ശേഖരിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ട് വീടുകൾ നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ ഫണ്ട് എത്തിച്ചു കൊടുത്തുകൊണ്ട് വീട് നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് സ്ഥലമുള്ള ആളുകൾക്ക് വീട് പണിത് നൽകിക്കൊണ്ട് അവിടെ മുസ്ലിം ലീഗ് അടക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള ഞങ്ങളുടെ ഐക്യ ജനാധിപത്യത്തിൻ്റെ ആളുകൾ അവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് വേഗമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും അവമാനിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് പിരിച്ച ഫണ്ട് എവിടെ? അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പിരിച്ച ഫണ്ട് എവിടെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിരിച്ച ഫണ്ട് എവിടെ? കൃത്യമായ കണക്കൊന്ന് പറ, ഞങ്ങളൊന്ന് ബോധ്യപ്പെടട്ടെ. നിങ്ങൾ പിരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ ആപ്പ് വഴി പിരിച്ച പണത്തിന്റെ അളവ് എത്ര തുക പിരിച്ചോ എന്ന് പറയാമോ? എത്ര ബാക്കിയുണ്ട്? ബാക്കി എത്ര നിങ്ങൾ എടുത്തു? കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന നേതൃത്വമാണ് അതിനെല്ലാം മുൻകൈ എടുത്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വ്യക്തമായ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ആ കണക്ക് വളരെ കൃത്യമായി കേരള പ്രദേശ് വീടിന് മാതൃകയുണ്ടോ? അതുപോലെ തന്നെ മാതൃകയുണ്ട്. എവിടെയുണ്ട്? കാണിച്ചിട്ടുണ്ടോ? ശരത്ത് ഇത്തരം കാര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ മുഴുവൻ പ്ലാനും എടുത്ത് കൈപിടിച്ചുകൊണ്ടാണോ വരുന്നത്?
കോൺഗ്രസ് ഏതെങ്കിലും ഒരു നേതാവ് പുറത്തുവിട്ടിട്ടുണ്ടോ? കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചേട്ടാ, ആ ഇതൊരു വിഷയത്തിനകത്ത് prepare ആയിട്ട് തീരുമാനമുണ്ട്. വരണ്ടേ? ആ തീരുമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ KPCC എടുത്തിട്ടുണ്ട്, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എടുത്തിട്ടുണ്ട്, ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. തീരുമാനം എടുത്തിട്ട് 1.5 വർഷമായി. എന്നാ ഞാൻ പറയാം, യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനോട് ഇത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വസ്തു ലഭിക്കുന്നില്ല, അത് സർക്കാർ തരണം, അത് സർക്കാർ തരാത്തതുകൊണ്ടാണ് വീട് വെക്കാത്തത്. അപ്പോൾ വീടിന്റെ പൈസ എവിടെ? ആ പൈസ അക്കൗണ്ടിലുണ്ട്. അത് എവിടെയാണ് വസ്തുക്കൾ വാങ്ങാൻ നിങ്ങൾ ശ്രമം നടത്തുന്നത്? അത് ഇങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വന്ന മറുപടി. അങ്ങനെ മറുപടിയാണ് ഒരു നേതാവും പറഞ്ഞിട്ടില്ല അങ്ങനെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞ കാര്യം, അതുപോലെ ഐക്യ ജനാധിപത്യത്തിന്റെ ഒരു നേതാവും അങ്ങനെ എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. എത്ര പിരിച്ചു എന്ന് പറയാമോ? എത്ര പിരിച്ചു എന്ന് പറയാമോ? എത്ര പിരിച്ചു എന്ന് പിരിച്ച് എത്രയാന്ന് പറയാമോ? ദേശാഭിമാനിയുടെ ചർച്ചയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഒറ്റ ചോദ്യം. അപമാനിക്കുന്നതിന് വേണ്ടി അപമാനിക്കുന്നതല്ല, വസ്തുതയാ ചോദിക്കുന്നത്. സ്റ്റാലിൻ ചേട്ടാ അത് ചോദിച്ചോട്ടെ. സ്റ്റാലിൻ ചേട്ടാ വസ്തുതാവിരുദ്ധമാണെങ്കിൽ വസ്തുത എന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ ചോദിക്കുന്നത് വസ്തുതാവിരുദ്ധമാണെങ്കിൽ വസ്തുത എന്ന് പറഞ്ഞാൽ മതി. വസ്തുത എന്ന് പറഞ്ഞാൽ മതി. അതായത് ഇവിടെ മുണ്ടക്കൈ ചൂരൽമലയിൽ മല ദുരന്തം നടന്നു കഴിഞ്ഞപ്പോൾ സർക്കാർ അവിടെ പുനരധിവാസത്തിന് വേണ്ടി ഫണ്ട് എറേസ് ചെയ്യാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് അയക്കണമെന്ന് പറഞ്ഞപ്പോൾ പറയട്ടെ എന്റെ ചോദ്യം അതല്ല, പറയട്ടെ ആ ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചോദ്യം ചോദിക്കാതിരിക്കാനാണ് അത് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അതിന് മറുപടി പറയാൻ ആസൂത്രണമായിക്കൊണ്ട് വിഷയം, ചൂരൽമല വിഷയം, തദ്ദേശ സ്വയംഭരണ കോൺഗ്രസിന്റെ പ്രതിസന്ധിയാകുന്ന വിഷയം ഒന്നും ചോദിക്കരുത് കേട്ടോ. ചോദിക്കാൻ മാന്യമായി മറുപടി പറയും. പക്ഷേ നിങ്ങൾ ആവശ്യപ്പെടുന്ന മറുപടി യുഡിഎഫിന്റെ എന്റെ അടുത്ത് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടാൽ ഒരു കാരണവശാലും അത് ഉണ്ടാകത്തില്ല. ഒരു കാരണവശാലും ഉണ്ടാകത്തില്ല. ലളിതമായി എത്ര രൂപ പിരിച്ചു, എവിടെ വസ്തു, എവിടെ വീട്? എന്തിനാണ് നിങ്ങൾ അങ്ങനെ എന്നോട് ചോദിക്കുന്നത്? നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾ ആവശ്യപ്പെടുന്ന മറുപടിയല്ല എനിക്ക് ചോദിച്ചോളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധിയോടും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധി അദ്ദേഹത്തിന് ഒരുപാട് കോൺഗ്രസ് പ്രതിനിധിയാണ് ഇത് ഈ ചോദിച്ച അദ്ദേഹത്തോട് 2005 വിവരാവകാശ നിയമം എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ ചേട്ടന് അറിയാവോ എന്ന് എനിക്കറിയത്തില്ല. ഇദ്ദേഹത്തിന് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള എത്ര പിടിച്ചു അല്ലെങ്കിൽ എങ്ങനെ വെച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അതുപോലെ തന്നെ ഈ സർക്കാർ എത്ര കൊടുത്തു, സർക്കാർ എത്ര അവർക്ക് കൊടുത്തു എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിക്കാം. കോൺഗ്രസ് പിരിച്ചത് എങ്ങനെയാണ് വിവരാവകാശത്തിൽ വരുന്നതെന്നാണ് ചോദിക്കുന്നത്. കോൺഗ്രസിന്റെ അല്ല ഞാൻ ചോദിക്കുന്നത്. മാഡം ചോദിച്ചില്ലേ കോൺഗ്രസ് പിരിച്ച പണത്തിന്റെ കണക്ക് എങ്ങനെയാണ് വിവരാവകാശ രേഖയിൽ വരുന്നത്? കോൺഗ്രസ് പിരിച്ച പണം അറിയണമെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കൾ, ഉന്നതമായ നേതാക്കളോട് ചോദിക്കണം. ഒരു DCC മെമ്പർക്ക് അതിനുള്ള ഇത് അറിയാൻ പറ്റത്തില്ലായിരിക്കും. ഒരു പക്ഷെ നിങ്ങൾ ചോദിക്കൂ, KPCCയോട് ചോദിക്കൂ. ചോദിച്ചപ്പോൾ മറുപടി കോൺഗ്രസിന്റെ പ്രവർത്തകർ ചോദിക്കണം. നിങ്ങൾ കൊടുത്ത പണമല്ലേ ഈ നാട്ടിൽ പണമല്ലേ, നിങ്ങൾ ചോദിക്കണം ചോദിക്കൂ. സർക്കാർ എത്ര പിരിച്ചിട്ട് എത്രമാത്രം കൊടുത്തു എന്ന് ഞങ്ങൾക്കറിയണം. സാധാരണ അതെന്താ നിങ്ങൾ ചോദിക്കാത്തത്? ശരി, സർക്കാർ പിരിച്ച എന്താ നിങ്ങൾ ചോദിക്കാത്തത്? എവിടെ സർക്കാർ ഈ UDF പിരിച്ചതിന്റെ കാര്യം മാത്രം നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നു? സർക്കാർ എത്രമാത്രം പിരിച്ചു? എത്രയോ ആളുകൾക്ക് ഈ വയനാട് ദുരന്തത്തിന്റെ പേരും പറഞ്ഞു എന്തോരം കൊടുത്തു. ടൗൺഷിപ്പിന്റെ കാര്യം അറിയാവോ? ടൗൺഷിപ്പ് സർക്കാർ നിർമ്മിക്കുന്ന അറിയാവോ? അത് ടൗൺഷിപ്പ് ഒക്കെ സർക്കാർ നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ എന്നതാ ഞാൻ ചോദിക്കട്ടെ, ഈ കൊടുക്കുന്ന എത്രയോ ഇത് എന്താ ഈ സ്ഥലമൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് ഞാൻ ചോദിക്കട്ടെ, ഒരു 50 ലക്ഷം രൂപ വെച്ച് ഈ ടൗൺഷിപ്പ് സ്ഥലം നഷ്ടപ്പെട്ടു ഞാൻ ചോദിക്കട്ടെ, ആ ടൗൺഷിപ്പിൽ ആ സ്ഥലം കൊടുക്കാതെ അവർക്ക് കുറച്ച് പൈസ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അവരുടെ ഓരോ അക്കൗണ്ടിലേക്കും ഒരു 50 ലക്ഷം രൂപ വീതം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ അഴിമതിയോ അങ്ങനെ ഒന്നും ഞങ്ങൾ ആരും ചോദിക്കത്തില്ലല്ലോ. ഈ ടൗൺഷിപ്പ് എന്നും പറഞ്ഞൊക്കെ വരുന്നത് മുഴുവൻ അഴിമതിയാണ്. അവർക്ക് താമസിക്കാൻ വീടും സ്ഥലവും അത് 5 സ്റ്റാർ ഫെസിലിറ്റിക്ക് സമാനമായ രീതിയിലാണ് അവർ താമസിച്ചത്. വരും എന്നൊക്കെ പറയുന്നത് മറുപടി പറയൂ. നിങ്ങൾക്കെതിരെ ചോദ്യശരമാണ്. എവിടെ നിങ്ങൾ പിരിച്ച പണം? എന്തായാലും മറുപടി പറയുന്നതിന് മുമ്പ് ഈ ചർച്ചയുടെ ബഹുഭൂരിപക്ഷം സമയം UDFന്റെ പ്രതിനിധിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സൂചിപ്പിച്ചു പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി പറയല്ല, അദ്ദേഹത്തിന് കണക്കുകളൊന്നും ഇല്ല.
അദ്ദേഹത്തിൻ്റെ കയ്യിൽ മാത്രമല്ല VD സതീശൻ്റെ കയ്യിലും കണക്കില്ല. ചോദിക്കുമ്പോൾ KPC പ്രസിഡന്റ് ചോദിക്കാൻ പറയും. KPC പ്രസിഡന്റ് ചോദിച്ചാൽ പറയും ആപ്പിൽ നോക്കാൻ പറയും. ആപ്പിൽ നോക്കിയാൽ ആപ്പില്ല, ആപ്പ് കാണാൻ കഴിയില്ല, അദൃശ്യമായി പോയി. ഒരു കണക്കും കയ്യിലില്ലാത്ത പണപ്പിരിവാണ് കേരളത്തിൽ കോൺഗ്രസ് നടത്തിയത്. ആപ്പിൽ പണം ഉണ്ടെന്ന് പറയുന്നത് ആപ്പും കാണാൻ കഴിയില്ല. ഒരാൾക്കും ഒരു തരത്തിലുള്ള വിവരവും കൊടുക്കാതെ ആ പണം ഏതോ നിലയിൽ തിരിമറി ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ നിസ്സഹായരായ മനുഷ്യരുടെ കണ്ണുനീർ വിറ്റു പിരിച്ച പണമാണ് കോൺഗ്രസ് ഈ ദുർവ്യയം ചെയ്യുന്നത്. ഞാൻ ചോദിച്ചല്ലോ ഒരു വീടിൻ്റെ മാതൃകയുണ്ടോന്ന്. ഒരു വീടിൻ്റെ പ്ലാൻ വരച്ച് ഇതാണ് കോൺഗ്രസ് വെക്കുന്ന വീടെന്ന് പറയാൻ ഇതുവരെ ഈ കോൺഗ്രസിന് കഴിഞ്ഞില്ല. ഇവരാ പറയുന്നത് കേരളത്തിൻ്റെ ഭരണം ഇങ്ങ് തരൂ, 100 സീറ്റിങ് തരൂ എന്ന് പറയുന്ന കോൺഗ്രസിന് വയനാട്ടിൽ 100 വീട് വെക്കാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്ലാൻ വരയ്ക്കാനുള്ള ശേഷി കേരളത്തിനകത്തില്ല. മാത്രമല്ല ആ പണം കട്ടുകൊണ്ടുപോയി. യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചില്ലേ? പണം രസീതടിച്ച് പണം പിരിച്ചു, ചലഞ്ച് നടത്തി പണം പിരിച്ചു. ഈ തൊടുപുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പണം പിരിച്ചിട്ടുണ്ട്. അന്തസ്സോടുകൂടി പണം പിരിച്ച് അവർ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടം ആ പണം എങ്ങനെ വിനിയോഗിച്ചു? അദ്ദേഹത്തിൻ്റെ ലൈംഗിക വൈകൃതങ്ങൾ തീർക്കുന്നതിനും അതിൻ്റെ കേസ് ഒതുക്കി തീർക്കുന്നതിനും ലക്ഷക്കണക്കിന് രൂപ മുടക്കി PR വർക്ക് നടത്തുന്നതിനും വേണ്ടി വയനാട് ജനതയുടെ കണ്ണുനീരിൻ്റെ നനവുള്ള പണം ദുർവിനിയോഗം ചെയ്തവരാണ് ഈ കേരളത്തിലെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എന്നുള്ള കാണണം. പിന്നെ സർക്കാരിൻ്റെ ടൗൺഷിപ്പ് അവിടെ ദ്രുതഗതിയിൽ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അവിടെ പോയി ആർക്കും കാണാം, ആർക്കും അക്കൗണ്ട് പരിശോധിക്കാം, ആർക്കും ഈ പറഞ്ഞതുപോലെ വിവരാവകാശം ഉൾപ്പെടെ ഏത് സംവിധാനം വഴിയും സർക്കാർ നടന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്താനും അതിൻ്റെ കണക്കുകൾ ശേഖരിക്കാനും കഴിയുന്ന സംവിധാനം ഇവിടെ ഉണ്ട്. ഈ ദുരിതാശ്വാസ നിധിയിലൂടെയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ സുതാര്യതയെ സംബന്ധിച്ച് ചേച്ചി ഒരിക്കലും വിഷമിക്കരുത്. കോൺഗ്രസിന് പണം കൊടുത്തതുപോലെ നിരാശാഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് സർക്കാരിൻ്റെ ഇടപെടൽ മാറിപ്പോവില്ല. വയനാട്ടിലെ ജനത അന്തസ്സോടുകൂടി അവർ ഇത്രനാൾ കഴിഞ്ഞതിനേക്കാൾ മികച്ച വീട്ടിൽ മികച്ച സൗകര്യങ്ങളോടുകൂടി ആ ജനത ഞങ്ങൾ പുനരധിവസിപ്പിക്കും. അത് പറയുമ്പോൾ ഇവിടെ BJPയുടെ പ്രതി ചില കാര്യങ്ങൾ അതുമായി വന്നിട്ട് സൂചിപ്പിച്ചു. BJPക്ക് എന്ത് അർഹതയുണ്ട് വയനാടെന്ന പേര്, മുണ്ടക്കൈ ചൂരൽമല എന്ന പേര് പറയാൻ ഈ കേരളത്തിലെ BJPയുടെ പ്രവർത്തകർ കഴിയുമോ? കേന്ദ്രം എന്തെങ്കിലും ഒരു സഹായം നൽകിയോ? കടം തരാം, വായ്പയായി തരാം, പലിശ അടക്കം തിരിച്ചു പിടിക്കാം. അതല്ലേ കേരളത്തോട് സ്വീകരിച്ച സമീപനം? അല്ലേ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സമീപനം? അതാ. വർഷം ഒന്ന് കഴിഞ്ഞപ്പോൾ ചെറിയൊരു തുക കൊടുത്തിട്ട് പറയാം ഇതാ വരുന്നു. കാരണം വോട്ട് ചോദിച്ച് മുണ്ടക്കൈയിൽ പോകാൻ BJPക്കാർക്ക് കഴിയാത്ത സ്ഥിതി വരും. അതുകൊണ്ട് ചെറിയൊരു ഞങ്ങളുമുണ്ട് ഇതിൻ്റെ ഒപ്പം. കടമായി കേരളത്തിന് വായ്പ കൊടുക്കുക. ഇതുപോലൊരു ദുരന്തത്തെ അതിജീവിച്ചൊരു ജനതയ്ക്ക് ഞങ്ങൾ വായ്പ തരാം, എന്നിട്ട് ഞങ്ങൾ വട്ടിപ്പലിശക്കാരെ പോലെ പലിശ ഉൾപ്പെടെ തിരിച്ചു വാങ്ങാം. പ്രളയകാലത്ത് നമുക്ക് തന്ന റേഷനരിയുടെ പണം ചോദിച്ചൊരു കേന്ദ്ര സർക്കാരാണല്ലോ, അതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കേന്ദ്രം പണം തന്നാലും ഇല്ലെങ്കിലും, UDF മുടക്കാൻ ശ്രമിച്ചാലും ഇല്ലെങ്കിലും, UDF പിരിച്ച പണം അവർ ആകെ കട്ടുകൊണ്ടുപോയാലും വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ വീടുണ്ടായിരിക്കും. ഒരു തർക്കവും വേണ്ട. ഇനി പറഞ്ഞല്ലോ DCC അംഗത്തോട് കണക്ക് ചോദിച്ച് അദ്ദേഹത്തിന് കഴിയുമോ? ഞാൻ DYFIയുടെ പ്രതിനിധിയാണ്. കേരളത്തിൽ DYFI പിരിച്ച പണത്തിന്റെ കണക്കെത്ര ഞങ്ങളുടെ യൂണിറ്റ് സെക്രട്ടറി മറുപടി പറയും. എന്തുകൊണ്ട് DCC മെമ്പർ ചെറിയ പോസ്റ്റല്ല, ഉയർന്ന നേതാവാണ് ഈ ജില്ലയിൽ, അദ്ദേഹത്തിന് മറുപടി കഴിയില്ല. സംസ്ഥാന തലത്തിൽ 2.8 കോടി രൂപ സംസ്ഥാനത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് പിരിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ എത്രയുണ്ട്? രാഹുൽ ഗാന്ധി പറഞ്ഞ 100 വീട്, അതുപോലെ തന്നെ ഈ KPCCയുടെ 100 വീട്, യൂത്ത് കോൺഗ്രസിന്റെ 30 വീട്, ഇത് മൂന്നും ചേർത്ത് കൂട്ടിയാൽ KPCയുടെ കണക്കിൽ 100 എന്നാണ് അതിന്റെ ഉത്തരം. അപ്പോൾ ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. ഒരു കണക്കില്ല. കുറച്ചും അദ്ദേഹം ചോദിച്ചു എന്റെ കണക്കിൽ എന്നോട് ഞാൻ എന്ത് പറയുന്നത് ആളാ. അപ്പൊ ഇതാണ് കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം. ഒരു ദുരിതബാധിതരായ ജനതയോട് കോൺഗ്രസ് എടുക്കുന്ന സമീപനം ഇതാണ്. ഈ സമീപനത്തെ ഈ നാട് അംഗീകരിക്കുന്ന കരുതുന്നുണ്ട്. എന്നിട്ട് 100 സീറ്റോട് ഞങ്ങൾ കേരളം ഇവരാണ് പഞ്ചായത്തിലോട്ട് ചോദിക്കുന്നത്. ഇപ്പൊ BJP പ്രതി പറഞ്ഞല്ലോ ശക്തമായ മത്സരം നടത്തുകയാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, സ്ഥാനാർത്ഥിയില്ല. മത്സരിക്കുകയാണ്, ശക്തമായ മത്സരം, സ്ഥാനാർത്ഥിയില്ല. എവിടെയാണ് നിങ്ങൾ ശക്തമായി മത്സരിക്കുന്നത്? ഇടുക്കി ജില്ലയിൽ എത്ര സീറ്റിൽ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയില്ല? പല ജില്ലകളിലും മത്സരിക്കാൻ ആളില്ല. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രത്യേക പദ്ധതിയായ വികസിത കേരളത്തിൻ്റെ ഭാഗമായി അദ്ദേഹം വനിതാ സീറ്റിൽ പുരുഷന്മാരെ കൊണ്ട് നോമിനേഷൻ കൊടുപ്പിച്ചു. നിർദ്ദയം റിട്ടേണിംഗ് ഓഫീസ് തള്ളിക്കളഞ്ഞു, ഇല്ലെങ്കിൽ കുറേ സ്ഥാനാർത്ഥിമാരുണ്ടാവുമായിരുന്നു. ഇത്തരം ബുദ്ധിയാണ് ഈ കേരളത്തിലെ BJP നയിക്കുന്നത്. മുണ്ടുടുക്കാൻ അറിയാമെന്നൊക്കെ പറയുന്നതല്ലാതെ ഇതൊന്നും നടക്കുന്നില്ല. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഒരു MPയെ പറഞ്ഞയച്ചു പാർലമെന്റിലേക്ക്. ഒരു MPയെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറഞ്ഞയച്ചു. അദ്ദേഹം മന്ത്രിയായി. അദ്ദേഹം പറഞ്ഞു എന്നെ ഒന്ന് മന്ത്രിയാക്കി വിട്ടാൽ ആദ്യം മെട്രോ കോയമ്പത്തൂർ വരെ അങ്ങ് നീട്ടും, പിന്നെ എന്താ പറയുക എയിംസ് 4 കേരളത്തിലേക്ക് വരും. എവിടെ? ഒരെണ്ണം തൃശ്ശൂർ, രാജീവ് ചന്ദ്രശേഖരൻ്റെ ആഗ്രഹപ്രകാരം ഒരെണ്ണം തിരുവനന്തപുരത്ത്, പിന്നെ വേണമെങ്കിൽ ഒരെണ്ണം കോഴിക്കോട്ടോ, പിന്നെ ഒരെണ്ണം ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ട്, അവിടെ വേണമെങ്കിലും തരാം. എന്നിട്ട് പറഞ്ഞു കേരളത്തിൽ നിൽക്കാൻ സ്ഥലമില്ലെങ്കിൽ ഞാൻ സ്റ്റാലിനെ വിളിക്കും, എന്നിട്ട് തമിഴ്നാടിന് കൊടുക്കും. ഇത് ആരാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ വർത്തമാനം പറഞ്ഞു നടക്കുന്നത്. ഇദ്ദേഹം എന്തോ രാജാവായി മാറിയെന്ന് അദ്ദേഹം കരുതുന്നത്. നമ്മളെല്ലാം പ്രജകളാണിപ്പോൾ, അല്ലേ? കലിങ്കിൽ വന്നിരുന്നിട്ട് നമ്മളെല്ലാം പ്രജയായി പോയി. ജനാധിപത്യ രാജ്യത്ത് നിന്ന് പെട്ടെന്ന് അദ്ദേഹം മാറി രാജഭരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് പോയിട്ട് അദ്ദേഹം പറയാണ് പ്രജകളെ ദാ മഹാരാജാവ് വരുന്നു, വഴി മാറൂ. അദ്ദേഹം സദ്യ കഴിക്കാമോ വഴി മാറണം. അദ്ദേഹം വരുമ്പോൾ എണീറ്റ് നിങ്ങൾക്ക് അദ്ദേഹത്തെ ബഹുമാനിക്കണം. ഇനി ആരെങ്കിലും ഒരു നിവേദനം കൊണ്ട് ചെന്നാൽ ആട്ടി ഓടിക്കും. ഇത് നിങ്ങൾ MPയോടാണോ പറയേണ്ടത്? ഇത് ഇത്തരത്തിലുള്ള ആളുകളെ നേതാവാക്കി വെച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിനൊക്കെ എങ്ങനെ പൊതുജനങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി കഴിയും? ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രജയുണ്ടായി. ഇപ്പോൾ BJPക്ക് MP ഉണ്ടായപ്പോൾ ഇപ്പോൾ BJPയുടെ ജനാധിപത്യത്തെ സംബന്ധിച്ച് കൂടുതൽ പറയണ്ടല്ലോ. അപ്പോൾ മത്സരിക്കാൻ പോലും ആളെ കിട്ടാത്ത BJP ഇവിടെ ശക്തമായിട്ടെന്തോ ചെയ്യും. പഞ്ചായത്തെല്ലാം പിടിക്കും, കോർപ്പറേഷൻ പിടിക്കും എന്നൊക്കെ പറയുന്നല്ലോ. അത് പിടിക്കും. കഴിഞ്ഞ ദിവസം പിടിച്ചു.
തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പിടിക്കാൻ പോയ BJP-കാരൻ വീട്ടമ്മയെ കയറി പിടിച്ച് അദ്ദേഹം ഇപ്പോൾ ജയിലില്ല. ഇതാണ് പിടുത്തം. BJP-യുടെ പിടുത്തം നടന്നുകൊണ്ടിരിക്കുക. ഇത്തരം പിടുത്തവുമായി കേരളത്തിലേക്ക് അധികം ഇറങ്ങാതിരിക്കുകയായിരിക്കും BJP-യുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് മാത്രമാണ് അതിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനമാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് മുന്നണികളും ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വാർഡിൽ 9 സ്ഥാനാർത്ഥി. ഏത് സ്ഥാനാർത്ഥിയാണ് ഔദ്യോഗികം? ഒരു വാർഡിൽ 9 സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ആരാണ് ശരിയായ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി? ജമാഅത്തെ ഇസ്ലാമി മത്സരിക്കുന്നിടത്തില്ല കേട്ടോ. പുറം ജമാഅത്തെ ഇസ്ലാമി മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനം. ഏത് മതനിരപേക്ഷ നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിപ്പിടിച്ചത്? മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന നിലപാട്. അതായത് RSSന്റെ ഒരു ഇസ്ലാമിക വേർഷനാണ് ജമാഅത്തെ ഇസ്ലാമി. പറഞ്ഞത് ഞങ്ങളാരുമല്ല, സമസ്ത കേരള ജമാഅത്തുൽ ഉലമ ഉൾപ്പെടെയുള്ള മുസ്ലിം പണ്ഡിത സമൂഹം പറഞ്ഞു ഈ ജമാഅത്തെ ഇസ്ലാമിയെ അടിച്ചതിൻ്റെ അകത്ത് കയറ്റാൻ കൊള്ളാത്ത വർഗീയവാദികളാണ് ഇവർ അകറ്റി നിർത്തുന്നത്. അപ്പോൾ സതീശൻ പറഞ്ഞു അവരെ ഞങ്ങൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിർത്തും, എൻ്റെ സ്വന്തം വാർഡ്, എൻ്റെ വീടിരിക്കുന്ന സ്വന്തം വാർഡ് ഞാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കൊടുക്കും എന്ന് പറഞ്ഞ് സതീശൻ ഇങ്ങനെ കൊണ്ടുകിടക്കുക. എന്തിനാ? അദ്ദേഹം സൂചിപ്പിച്ചു ഞാൻ കോട്ടിന്ന് ആരെ സ്വീകരിക്കും, കാരണം അധികാരം വേണം. അതിനപ്പുറത്തേക്ക് ഈ നാട് കുട്ടിച്ചോറായിക്കൊള്ളട്ടെ, ഈ നാട്ടിൽ മതരാഷ്ട്രവാദികൾ അഴിഞ്ഞാടിക്കൊള്ളട്ടെ, ഈ നാട്ടിൽ തീവ്രവാദം വളർന്നോട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഞങ്ങൾക്ക് അടുത്ത തവണ എങ്ങനെയെങ്കിലും ഒന്ന് അധികാരത്തിൽ വരണം. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ വേണ്ടി ഈ മതരാഷ്ട്രവാദികളെ കൂട്ടുപിടിക്കുന്നത്ര നെറികെട്ട സമീപനം ഈ കേരളത്തോട് എടുത്തതിന് ഈ കോൺഗ്രസ് നിശ്ചയമായും കോൺഗ്രസ് അതിന് മറുപടി പറയേണ്ടി വരും. അതിന് ഈ പൊതുസമൂഹം കോൺഗ്രസിനെ കേരളത്തിൽ BJP കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാർട്ടി ചിഹ്നത്തിൽ ഏറ്റവും കൂടുതൽ വാർഡുകളിൽ മത്സരിക്കുന്ന പാർട്ടി BJP-യാണ്. ഏറ്റവും കൂടുതൽ വാർഡുകളിൽ സ്ഥാനാർത്ഥിയില്ലാത്ത പാർട്ടി പറഞ്ഞോട്ടെ. ഞങ്ങൾ കാലങ്ങളെ കേരളം ഭരിക്കുന്ന പാർട്ടിയല്ലല്ലോ, ഗ്രാജുവലി വളരുന്ന പാർട്ടിയാണ്. 22,000-ലധികം വാർഡുകളിൽ മത്സരിക്കുന്നുണ്ട്. കേന്ദ്രം സഹായം കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. കേന്ദ്രം സഹായം കൊടുക്കുന്നതിന് കൃത്യമായ മാനദണ്ഡമുണ്ട്. കണക്കുമില്ല ഗുണക്കുമില്ല. അപ്പൊ അതുകൊണ്ട് യാതൊരു പരിപാടിയും ഉണ്ടായില്ല, യാതൊരു കണക്കും ഉണ്ടായിരുന്നില്ല. കൃത്യമായി എന്താണ് അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ യാതൊരു പരിപാടിയും ഇല്ലാത്ത, പ്ലാനും ഇല്ലാതെ, സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞു. സ്വന്തം അധ്വാനം കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ചികിത്സയ്ക്കും വീട് വയ്ക്കാനും ബാങ്ക് ലോൺ കൊടുക്കാനും ഒക്കെ കൊടുത്ത ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി. അയാൾ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നില്ല. അയാളുടെ വരുമാനം മുഴുവൻ ഈ നിലയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു CPM നേതാവിന്റെ പേര് പറയാമോ? ഒരു LDF നേതാവിന്റെ പേര് പറയാമോ? ഈ നാട്ടിൽ ജനങ്ങൾക്ക് ഇത്തരം പരിപാടി നടപ്പാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വരുമാനം കൊണ്ട് ഈ നിലയിൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തൃശ്ശൂരിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും എവിടെ മൂന്നാമത്തെ വന്ദേ ഭാരത് വന്നല്ലോ, വന്നില്ലേ? ട്രെയിൻ വന്നില്ലേ? അദ്ദേഹം പറഞ്ഞ കാര്യം 1 വർഷമല്ലേ ആയുള്ളൂ. 19 MP-മാരെ കുറിച്ചും പരാതിയില്ല. ഈ സുരേഷ് ഗോപിയെ കുറിച്ച് മാത്രം പരാതി എന്തുകൊണ്ടാണ്? ഇതിന് മറുപടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൊടുക്കാം. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഞാൻ മറുപടി പറയേണ്ടതില്ല. ഈ നാട്ടിലെ മുഴുവൻ ആളുകളും BJP-ക്ക് സാധ്യമാവുന്ന മികച്ച ചികിത്സ ലഭ്യമാക്കി സിനിമാ രംഗത്തേക്ക് തിരിച്ചയക്കണം. നല്ലൊരു നടനെ നഷ്ടപ്പെട്ടു എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ആവശ്യമായ മാനസികമായ ചികിത്സ നൽകി സിനിമാ രംഗത്തേക്ക് നമ്മൾ മുന്നേ ഇവിടെ പറയുകയുണ്ടായി, യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം അല്ലെങ്കിൽ ഇവിടെ വീട് വെക്കാനാന്ന് പറഞ്ഞ് മുണ്ടക്കൈ ചൂരൽമല വിഷയത്തിൽ പിരിച്ച പണം, അതിൻ്റെ കണക്ക് ചോദിച്ചപ്പോൾ ഇവിടെ കുറേ ബഹളം വെക്കുകയല്ലാതെ ഇവിടെ ഒരു ഉത്തരവും പറഞ്ഞിട്ടില്ല. അതിനകത്ത് വലിയ അതിശയമൊന്നുമില്ല. ഇവിടെ തുടങ്ങി അങ്ങ് രാഹുൽ മാങ്കൂട്ടത്തിനോട് വരെ ചോദിക്കുമ്പോൾ ഈ കാര്യത്തിൽ കണക്കില്ലെന്ന് നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. കണക്ക് പോയിട്ട് 2 ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കേരളത്തിൽ പോലും കാണാനില്ല. അപ്പം നമുക്ക് ഇവിടെ പറയാനുള്ളത്, യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അതിന് കണക്കില്ലെങ്കിൽ DYFI ഇവിടെ കൃത്യമായി ആക്രി ചലഞ്ചുകൾ നടത്തിയും ബാക്കി പല കാര്യങ്ങൾ നടത്തിയും നമ്മൾ പൈസ പിരിച്ചിട്ടുണ്ട്. അതിൻ്റെ കണക്ക് DYFIയുടെ ഭാരവാഹി അല്ലെങ്കിൽ LDFന്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ചുരുക്കി, അതായത് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ തദ്ദേശത്തെ എങ്ങനെയാണ് ഈ UDF-ൽ തദ്ദേശ പ്രശ്നങ്ങൾ, ഇവിടുത്തെ വികസന പ്രശ്നങ്ങൾ അടക്കം എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്ന UDF? അതുകൂടി ചേർത്ത് പെട്ടെന്ന്. പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിച്ചതിനുള്ള മറുപടി ഞാൻ പറയാം. ഞാൻ ആദ്യമേ പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ ശരത്തിനോട് ഞാൻ പറഞ്ഞപ്പോൾ ശരത്തിനോട് ഞാനുള്ള മറുപടി പറയുകയുണ്ടായി. 2.8 കോടി രൂപ നമ്മൾ കോൺഗ്രസ് പാർട്ടി പിരിച്ചെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി കോൺഗ്രസ് പാർട്ടി മുമ്പോട്ട് പോകുന്നത് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത്, DYFI എന്ന് പറയുന്ന യുവജന സംഘടന ഈ കേരളത്തിൽ ആക്രി ചലഞ്ചും ബിരിയാണി ചലഞ്ചും 20 കോടി പിരിച്ച് ഈ 20 വീടെന്ന് പറഞ്ഞിട്ട് 100 വീടിനുള്ള പൈസ ഗവൺമെൻറ്റിലേക്ക് അടച്ചു.
ട്രഷറിയിൽ അടച്ചു. ഈ കോൺഗ്രസ് പാർട്ടി ഇന്ത്യ ഭരിച്ച, കേരളം ഭരിച്ച ഈ കോൺഗ്രസ് പാർട്ടി ആകമാനം പിരിച്ചിട്ട് 2.6 കോടി രൂപയെ നിങ്ങൾക്ക് പിരിക്കാൻ പറ്റുള്ളൂ. അതെ അതെ, നല്ല ചോദ്യമാണ് അത് നല്ല ചോദ്യമാണ്. ഓക്കെ നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. പെട്ടെന്ന് മറുപടി പറയും. കോൺഗ്രസ് പാർട്ടി പിരിച്ച യഥാർത്ഥ കണക്കാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരണക്രമം ഉപയോഗിച്ചുകൊണ്ട് പിരിക്കുന്ന തുകയും ഒരു പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി പിരിക്കുന്നത് സമ്മതിച്ചോ? ഓക്കെ നിങ്ങൾക്ക് ദാനം കിട്ടിയ പൈസ ആയിരിക്കും. ചലഞ്ച് നടത്തിയത് നിങ്ങൾക്ക് ദാനം കിട്ടിയ പണമായിരിക്കും. നിങ്ങളുടെ ചാർലി പ്ലീസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ത്രിതല പഞ്ചായത്ത് സംവിധാനം പ്രാദേശിക സർക്കാരുകളാണ്. കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ആ നിലയിൽ നമ്മുടെ കേരളത്തിലെ ഒരു വികസിത കേരളമാക്കി മാറ്റാൻ, നൂതന നിലയിൽ വികസനത്തിലേക്ക് കൊണ്ടുപോകാൻ, നമ്മുടെ സാധാരണക്കാരായ കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും ഉൾപ്പെടെ അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ, യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ, അതോടൊപ്പം തന്നെ ടൂറിസം വികസനം അടക്കമുള്ള കാര്യങ്ങൾ, ഇങ്ങനെ എല്ലാ മേഖലകളിലും സമഗ്രമായ വികസനം കൊണ്ടുവരിക എന്ന വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് NDAയും BJPയും മുന്നോട്ട് വയ്ക്കുന്നത്. ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ എത്തുന്ന ഘട്ടത്തിൽ LDF ഏത് തരത്തിലാണ്? നിങ്ങൾ ചെയ്ത ജനക്ഷേമം തന്നെയാണോ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് വെക്കുന്നത്? തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബഹുഭൂരിപക്ഷം വരുന്ന മുനിസിപ്പാലിറ്റികൾ, ഗ്രാമപഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, കോർപ്പറേഷനുകളെല്ലാം ജയിച്ച സംവിധാനമാണ്. അവിടെയെല്ലാം വളരെ കൃത്യമായി നടത്തിയ ഇടപെടലുകൾ, കേരളത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വളരെ കൃത്യതയാർന്ന വികസന പ്രവർത്തനങ്ങൾ, കേരളം ഉയർത്തുന്ന നവകേരളത്തിൻ്റെ മുദ്രാവാക്യം, അതിൻ്റെ ഭാഗമായിട്ടുള്ള പുരോഗതി, ഇതെല്ലാം വിലയിരുത്തി ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞു. DYFI സംബന്ധിച്ച് ഉയർത്തിയ ചോദ്യത്തിൽ ഇതാണ് DYFI പണം കൈമാറുന്നതിൻ്റെ ചിത്രം. കോൺഗ്രസിന് ഒരിക്കലും കാണിക്കാൻ കഴിയില്ല, യൂത്ത് കോൺഗ്രസിന് കാണിക്കാൻ കഴിയില്ല, BJPക്ക് പറയാനേ കഴിയില്ല. DYFI ഓരോ യൂണിറ്റിലും പിരിച്ച തുകയ്ക്ക് കണക്കുണ്ട്, അത് പറയാൻ കഴിയും. അത് ഈ പൊതുസമൂഹത്തിന് മുമ്പിലുള്ളതാണ്. ആ പണം വയനാട്ടിലെ ജനതയുടെ കയ്യിൽ എത്തുകയും ചെയ്യും. അത് സർക്കാരിന് കൈമാറി കഴിഞ്ഞു. 25 വീട് പ്രഖ്യാപിച്ചു. 100 വീട് നിർമ്മിക്കാൻ ആവശ്യമായി 20 കോടി രൂപ പണപ്പിരിവില്ല കേട്ടോ. അദ്ദേഹം പറഞ്ഞു ഭരിക്കുന്ന പാർട്ടി പണം പിരിച്ചു. ഭരിക്കുന്ന പാർട്ടിയല്ല, DYFI എന്ന യുവജന സംഘടന വിവിധ ചലഞ്ചുകൾ നടത്തി, കായികാധ്വാനത്തിലൂടെ ഒക്കെ കണ്ടെത്തി ഈ നാട്ടിലെ DYFIയുടെ അധ്വാനം, ഈ നാട് സ്നേഹപൂർവ്വം നൽകിയ സഹകരണം, അങ്ങനെയാണ് 20 കോടി രൂപ സമാഹരിച്ചത്. 2.6 കോടിയാണ് കോൺഗ്രസ് പിരിച്ചതെന്നാണ് പറയുന്നത്. തീർച്ചയായും. എന്തായിരുന്നാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ആവേശം ആ അർത്ഥത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെയൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വിലയിരുത്തി നീങ്ങുകയാണ്. എന്തൊക്കെയാണ് ജനം കരുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് വോട്ടെണ്ണുന്ന ഘട്ടത്തിൽ അറിയാം. എന്തായാലും ഇടുക്കിയിലെ പര്യടനം പൂർത്തിയാക്കി അടുത്തടുത്തേക്ക് നീങ്ങുകയാണ് കൈരളി ന്യൂസ് പടക്കളം.